സ്തോത്രം ചെയ്യുന്നു. 188-ാം ദിവസം രാത്രിയിൽ ഞങ്ങൾക്ക് കൂടുവാൻ തന്ന ഈ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ മീറ്റിങ്ങിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു വരുന്ന ദൈവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെ നിന്റെ വചനം കർത്താവെ ഞങ്ങൾക്ക് പകർന്നു തരുവാൻ നിന്റെ ദാസനെ ബലപ്പെടുത്തണമെന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മീറ്റിങ്ങിൽ കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ, അവരുടെ ജീവിതത്തിൽ ഒരു വിടുതലിന് കാരണമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മീറ്റിങ്ങിന് ഇന്റർനെറ്റിന്റെയോ ഇലക്ട്രിസിറ്റിയുടെയോ തടസ്സമൊന്നും കൂടാതെ മീറ്റിംഗ് അനുഗ്രഹപ്രദമായി തീരുവാൻ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സിറ്റി ഹാർവസ്റ്റ് ഫെലോഷിപ്പിന്റെ അതിരുകളെ നീ വിസ്താരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ ആത്മാക്കളെ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയേറിയ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു റജിബ്ര. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടി വന്ന എല്ലാവരെയും യേശുവിനാൽ സ്വാഗതം ചെയ്യുന്നു. സ്തോത്ര സമയം, വർഷിപ്പ് സമയമാണല്ലോ. പ്രാർത്ഥനയോടെ ആരാധനയോടെ ദൈവത്തിലേക്ക് ഏൽപ്പിക്കാം. നാം എല്ലാവരും ആരാധനയോടെ ആയിരിക്കുമ്പോൾ തന്നെ അതാദാസി പ്രിയ കുഞ്ഞു സിസ്റ്റർ വർഷിപ്പ് ലേഡിയും വർഷിപ്പ് വീഡിയോ തർപ്പണം ആ പ്രിയ സഹോദരനെ ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വീണ്ടും ഈ രാത്രിയിലെ ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തതിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 2-3 പേരെവിടെ എൻ്റെ നാമത്തിൽ കൂടുന്നിടത്ത് ഞാനുണ്ട് എന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യ ഉള്ളതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ചേർന്ന് പാടാം. ശുദ്ധാത്മാവെ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ, സത്യാത്മാവെ നിത്യതയിൽ എത്തുവോളവും. ആമേൻ. നിത്യതയിൽ എത്തുവോളവും മരണം വരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഓരോ ചലനങ്ങളിലും വ്യാപരിക്കേണ്ടതിനായി ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന് വേണ്ടി ഒരു നാളമായി എരിഞ്ഞു തീരുവാൻ എന്നെയും സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ ഈ പാട്ടിൻ്റെ ഈരടികൾ നമുക്ക് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം, ആരാധിക്കാം. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മിൽ വ്യാപരിക്കേണ്ടതിന് ഒരുമിച്ച് ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ച് ദൈവ സാന്നിധ്യത്തോടുകൂടെ പാടി ആരാധിക്കാം. ആമേൻ. ചെയ്യണേ, സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ, സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും. ജീവനുതുക ജീവദായക, ജീവനാടമായി എരിഞ്ഞു തീരുവാൻ. ജീവനുതുക ജീവദായക, ജീവനാളമായി എരിഞ്ഞു തീരുവാൻ. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ, സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും. ആമേൻ. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ, സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും. പാപം നീതി ന്യായ വിധി ബോധമേകിടാ, ഈ ശാപഭൂമിൽ പെന്തക്കോസ്തിൽ വന്നോരാവിയേ. പാപനീതി ന്യായ വിധി ബോധമേകിടാ, ഈ ശാപഭൂമിൽ പെന്തക്കോസ്തിൽ വന്നോരാവിയേ. ജീവനുതുക ആമേൻ, ജീവദായക, ജീവനാളമായി എരിഞ്ഞു തീരുവാൻ. ആമേൻ. ജീവനുതുക ഓ ജീവനായക, ജീവനാളമായി എരിഞ്ഞു തീരുവാൻ. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ, സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും. ആമേൻ. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ, സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും. ആമേൻ. അമ്പരത്തിൽ നിന്നിറങ്ങിയ അഗ്നിനാവുകൾ, അൻപോടമർന്നെല്ലാരിലും ശക്തി നാമുകൾ. അമ്പരത്തിൽ നിന്നിറങ്ങിയ അഗ്നിനാവുകൾ, അൻപോടമർന്നെല്ലാരിലും
മാറിയിലും ശക്തി നാവുകൾ ഗ്ലോറി ജീവനോതുക ജീവദായക ജീവനാളമായെരിഞ്ഞു തീരുവാ ജീവനോതുക ജീവദായക ജീവനാളമായെരിഞ്ഞു തീരുവാ ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ സത്യാത്മാവേ നിത്യതയെ എത്തുവോളവും ആമേ ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ സത്യാത്മാവേ നിത്യതയിൽ എത്തുവോളവും ആമേ 2-3 പേര് വീട് എന്റെ നാമത്തിൽ ഉണ്ടവിടെ ഉണ്ടു ഞാൻ എന്നെ വാഗ്ദത്ത ഗ്ലോറി 2-3 പേര് വീട് എന്റെ നാമത്തിൽ ഉണ്ടവിടെ ഉണ്ടു ഞാൻ എന്നെ വാഗ്ദത്ത ആമേ ജീവനോതുക ഗ്ലോറി ജീവദായക ജീവനാളമായെരിഞ്ഞു തീരുവാ ചേർന്ന് പാടാം ജീവനോതുക ആമേ ജീവദായക ആമേ ജീവനാളമായെരിഞ്ഞു തീരുവാ ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ സത്യാത്മാവേ നിത്യതയെ എത്തുവോളവും ആമേ ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ സത്യാത്മാവേ നിത്യതയിൽ എത്തുവോളവും കല്ലായുള്ള ഹൃദയങ്ങൾ ഒരുക്കിടണേ ഹല്ലേലൂയ ഗീതം പാടാൻ ഒരുക്കിടണേ ഗ്ലോറി കല്ലായുള്ള ഹൃദയങ്ങൾ ഒരുക്കിടണേ ഹല്ലേലൂയ ഗീതം പാടാൻ ഒരുക്കിടണേ ആമേ ജീവനോതുക ജീവദായക ജീവനാളമായെരിഞ്ഞു തീരുവാ ആമേ ജീവനോതുക ഓ ജീവദായക ജീവനാളമായെരിഞ്ഞു തീരുവാ ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ സത്യാത്മാവേ നിത്യതയിൽ എത്തുവോളവും ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ സത്യാത്മാവേ നിത്യതയിൽ എത്തുവോളവും ആമേൻ ജീവനോതുക ജീവദായക ജീവനാളമായെരിഞ്ഞു തീരുവാ ഓ ജീവനോതുക ജീവദായക ജീവനാളമായെരിഞ്ഞു തീരുവാ പാപം നീതി ന്യായ വിധി ബോധമേകിട ഈ ശാപഭൂവിൽ പെന്തക്കോസ്തിൽ വന്നോരാവിയേ പാപനീതി ന്യായ വിധി ബോധമേകിട ഈ ശാപഭൂവിൽ പെന്തക്കോസ്തിൽ വന്നോരാവിയേ ജീവനോതുക ജീവദായക ആമേൻ ജീവനാളമായെരിഞ്ഞു തീരുവാ ഓ ജീവനോതുക ജീവദായക ജീവനാളമായെരിഞ്ഞു തീരുവാ ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ ആമേ സത്യാത്മാവേ നിത്യതയിലെത്തുവോളവോ ആമേ ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ ഓ സത്യാത്മാവേ നിത്യതയിലെത്തുവോളവോ 2-3 പേര് വീട് എന്റെ നാമത്തിൽ ഉണ്ടവിടെ ഉണ്ടു ഞാൻ എന്നെ വാഗ്ദത്ത 2-3 പേര് വീട് എന്റെ നാമത്തിൽ ഉണ്ടവിടെ ഉണ്ടു ഞാൻ എന്നെ വാഗ്ദത്ത ജീവനോതുക ജീവദായക ജീവനാളമായെരിഞ്ഞു തീരുവാ ജീവനോതുക ജീവദായക ജീവനാളമായെരിഞ്ഞു തീരുവാ ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ ആമേൻ സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ ഓ സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും ചേർന്ന് പാടാം ജീവനോതുക ജീവദായക ജീവനാളമായെരിഞ്ഞു തീരുവാ ആമേൻ ജീവനോതുക ജീവദായക ആമേൻ ജീവനാളമായെരിഞ്ഞു തീരുവാ ആമേൻ ജീവനോതുക ജീവദായക ആമേൻ ജീവനാളമാ
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ വീണ്ടും നാം ആയിരിക്കുമ്പോൾ നമുക്ക് മറ്റൊരു പാട്ടുകൂടെ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം, ആരാധിക്കാം. എഴുന്നള്ളുന്ന യേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കുവാൻ, സാത്താന്റെ ശക്തിയെ തകർത്തിയിടുവാൻ. നമുക്ക് ചേർന്ന് പാടാമോ? ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. അടുത്ത സ്റ്റെപ്പ് എന്തെടുത്തു വെക്കണമെന്ന് ഭയത്തോടും ഭാരത്തോടും കൂടെ ആയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എൻ്റെ നാവിൽ തന്ന പാട്ടിൻ്റെ ഇരടികളാണ്. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. ഇന്ന് രാത്രിയിൽ ഈ പാട്ടിൻ്റെ ഇരടികൾ പാടി നാം ആരാധിക്കുമ്പോൾ നമ്മുടെ ഭവനങ്ങൾക്കകത്ത്, നമ്മുടെ വ്യക്തി ജീവിതങ്ങൾക്കകത്ത്, നമ്മുടെ സാഹചര്യങ്ങളുടെ മേല്, അടഞ്ഞുകിടക്കുന്ന വാതിലുകളുടെ മേല് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ദൈവത്തിന് പ്രസാദമാകുമാറാകട്ടെ. ദൈവകരങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കിക്കൊണ്ട് ഇതിന്റെ ഈരടികളെ നമുക്ക് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എഴുന്നള്ളുന്നേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാം, സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. ഓ എഴുന്നള്ളുന്നേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാം, സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. ഓ യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. അമ്മേനേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഒന്ന് ചേർന്ന് പാടാം. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ആമേൻ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. ഓ രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. ആമേനേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ആമേൻ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ആമേനേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഗ്ലോറി. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം പൊരുതും മശിഹ രാജൻ നമുക്കാമേൻ. മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം പൊരുതും മശിഹ രാജൻ നമുക്കായി. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഓ രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. വിശ്വാസത്തോടെ യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ.
ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാം സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ ഗ്ലോറിയേഴും നള്ളും യേശു രാജാവാൻ കർത്താവായി ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാം സാത്താന്യ ശക്തിയെ ജയിച്ചിടുവാൻ ആമേൻ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ ഗ്ലോറി രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ ഭയമെല്ലാം മാറും നിരാശ നീങ്ങും വിലാപം നൃത്തമായി തീർന്നിടുമേ തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം ഒരുതും മശിഹാരാജൻ നമുക്കായി ഭയമെല്ലാം മാറും നിരാശ നീങ്ങും വിലാപം നൃത്തമായി തീർന്നിടുമേ രാത്രിയിലെ ഈ പാട്ടിന്റെ ഇരടികൾ പാടുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് ഭാരപ്പെടുന്ന ഭയങ്ങളും നമ്മുടെ മുൻപിലേക്ക് നമുക്ക് കാൽച്ചുവടുകൾ എടുത്തു വെക്കാൻ കഴിയാതെ വണ്ണം നമ്മുടെ മുമ്പിൽ നിരാശപ്പെടുത്തുന്ന സംഭവങ്ങളെയെല്ലാം നമുക്ക് മറന്നുകൊണ്ട്, കാരണം നാം പാടിയല്ലോ, ദൈവത്തിന്റെ രാജ്യം നമ്മിൽ സ്ഥാപിതമാക്കുക, സാത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ കർത്താവെ നീ എഴുന്നള്ളണമേ എന്ന് നാം പാടിയെങ്കിൽ ഇന്ന് രാത്രി എൻ്റെ കർത്താവ് എൻ്റെ മുൻപിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകളുടെ മേൽ, എന്നെ നിരാശപ്പെടുത്തുന്ന സംഭവങ്ങളുടെ മേൽ ഒരു ദൈവ പ്രവൃത്തി ഇന്ന് രാത്രിയിൽ എൻ്റെ മേൽ അയക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പാട്ടിന്റെ ഈരടികൾ വിശ്വാസത്തോടുകൂടെ എല്ലാ പ്രിയപ്പെട്ടവരും മറ്റെല്ലാ സംശയങ്ങളും വിട്ടാട്ടെ. ഹല്ലേലൂയ. പാടുന്ന എന്നെ ആരും വിധിക്കണ്ട, പാടുന്ന എന്നെ നിങ്ങൾ നോക്കണ്ട. കർത്താവെ, എൻ്റെ അവസ്ഥ എനിക്ക് ആവശ്യം. ഇന്ന് ഇവിടെ നിന്ന് പാടുമ്പോൾ എൻ്റെ അവസ്ഥയെ കർത്താവെ, എൻ്റെ ആവശ്യമാ കർത്താവെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പാടുമ്പോൾ ഇന്ന് രാത്രിയിൽ നമ്മുടെ എല്ലാ മുൻവിധികളെയും മാറ്റിക്കൊണ്ട് പിശാച് കൊണ്ടിടുന്ന തന്ത്രങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ചുകൊണ്ട് രാത്രിയിൽ നമുക്ക് ചേർന്ന് പാടാം. എൻ്റെ ഹൃദയത്തിനകത്ത് എന്നെ ഭയപ്പെടുത്തുന്നതും ഭാരപ്പെടുത്തുന്നതും നിരാശപ്പെടുത്തുന്നതുമായ വാതിലുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിക്കൊണ്ട് രാത്രിയിൽ ധൈര്യത്തോടെ നമുക്കിതിൻ്റെ ഈരടികൾ പാടി ജയമെടുക്കാം. Praise the Lord. Hallelujah. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. ഓ തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം പൊരുതും മശിഹാരാജൻ നമുക്കാ. ആമേൻ. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. ഗ്ലോറി. തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം പൊരുതും മശിഹാരാജൻ നമുക്കാമേ. തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം പൊരുതും മശിഹാരാജൻ നമുക്കാമേ. തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം പൊരുതും മശിഹാരാജൻ നമുക്കാമേ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഗ്ലോറി. രാജാവേ വന്നു വാഴണമേ, എന്നിൽ ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ ചേർന്ന് പാടാം. വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ആമേൻ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഗ്ലോറി. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ആമേൻ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിലേക്ക് കടന്നു വന്ന് സകല മഹത്വവും കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നപ്പ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല. എൻ്റെ കർത്താവ് എന്നിൽ വാഴുന്നതിനായി സ്തോത്രം. നിരാശയും ഭയവും എല്ലാം മാറ്റി കർത്താവ് ഞങ്ങൾക്ക് തുറന്ന പുതിയ വഴികൾക്കായി സ്തോത്രം. അടുത്ത ചുവട് ഞങ്ങൾ എടുത്തു വയ്ക്കുമ്പോൾ പ്രത്യാശയുടെ മുഖം കാണുവാൻ
സന്തോഷത്തിന്റെ വാതിൽ തുറക്കപ്പെടുവാൻ സ്വർഗം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു പിതാവേ. ഞങ്ങളായിരുന്ന ഭവനങ്ങളിൽ ഞങ്ങൾക്ക് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ പിതാവിന് ഞങ്ങളോട് തോന്നിയ ദയക്കായി നന്ദി പറയുന്നപ്പാ. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു സിസ്റ്റർ ദൈവദാരനികരിക്കട്ടെ. ഹല്ലേലൂയ. ഈ രാത്രി ഞാൻ പാടിയതുപോലെ, യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ അഭിമാനത്തോടെ ധൈര്യത്തോടെ വിളിച്ചു പറയാം, രാജാവേ ഹല്ലേലൂയ വന്നു വാഴണമേ, ഇനി ഞാനല്ല നീയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ആ വാക്ക് പറഞ്ഞിടത്താണ് ദൈവപ്രതി വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. ദൈവമേ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ശുശ്രൂഷയുടെ 388 ദിവസത്തിൽ കൂടി വന്നിരിക്കുന്ന എല്ലാ വാത്സല്യ ദൈവദാസന്മാരെയും കുടുംബങ്ങളെയും സഹോദരി സഹോദരന്മാരെയും കുഞ്ഞുങ്ങളെയും വേഗമന കർത്താവായ യേശു ക്രിസ്തു നാമത്തിനെ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവത്തിന്റെ ശബ്ദങ്ങൾ കേൾപ്പാൻ ദൈവത്താൽ ഐക്യപ്പെട്ട ദൈവഭൃത്തന്മാരോട് കേൾക്കുവാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചല്ലോ. പരിശുദ്ധാത്മ നമ്മോട് വ്യക്തമായി ഇടപെട്ടൊരു സമയങ്ങളാണല്ലോ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തെ സംസാരിക്കുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയായിരിക്കാം. സ്തോത്രം. അതെ, നമുക്ക് ദൈവത്തെ കേൾക്കുന്നതാണ് നമ്മുടെ ഹൃദയത്തിൽ ഏറ്റവും ആശ്വാസം. പ്രൈസ് ദി ലോർഡ്. സംഗീതം ഇങ്ങനെ വായിക്കുന്നു, വിചാരങ്ങളുടെ ബഹുത്വത എന്റെ മനസ്സ് ക്ഷീണിക്കുമ്പോൾ നിന്റെ ആശ്വാസം എന്റെ പ്രാണനെ തണുപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്ന ദൈവിക സന്ദേശങ്ങൾ, ആലോചനകൾ ശ്രേഷ്ഠമാണ്. കാരണം നമ്മുടെ ദൈവം ആലോചന വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനും ദൈവമാണ്. ഹല്ലേലൂയ. ജാതീയ ചിന്തകൾ വെറും മരമുട്ടികളായി കീറാമുട്ടികൾ നിൽക്കുമ്പോൾ, അങ്ങനെ ആ വാക്ക് കിടക്കുന്ന യെരമ്യാപ്രവചനം വാക്ക് കിടപ്പുണ്ട്, ജാതികളുടെ ആലോചനകൾ മരമുട്ടികൾ എന്നാ കിടക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ആ വാക്ക് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എന്റെ ദൈവത്തിന്റെ ആലോചന ശ്രേഷ്ഠമാണ്, ഹൃദയം തണുപ്പിക്കുന്നതാണ്, നമുക്ക് ധൈര്യം തരുന്നതാണ്. ഇന്ന് രാത്രിയിലും ആ ദൈവിക സന്ദേശം നമ്മുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം ധൈര്യം താഴ്ത്തിരട്ടെ എന്ന് ഞാൻ ആത്മതെ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി വന്ന എല്ലാവരെയും ഞാൻ യേശു കർത്താവ് സ്വാഗതം ചെയ്യുന്നു. ഈ രാത്രി ദൈവ ശുശ്രൂഷകനായി നാം ക്ഷണിക്കുന്ന ദാസപ്രിയ ബ്ലെസ്സിംഗ് റോയ് ബ്ലെസ്സിനായി സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ക്ഷണപ്രകാരം ഹല്ലേലൂയ ഈ മീറ്റിംഗ് ജോയിൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊപ്പം വന്നത് വലിയ അനുഗ്രഹമായിരുന്നു. പരിശുദ്ധാത്മാവ് ഓരോ ഹൃദയത്തോട് തൊട്ട് സംസാര സമയങ്ങളായിരുന്നല്ലോ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നമ്മൾ ക്ഷണം സ്വീകരിച്ച ഒരു വഴിയെ തുറന്നു. ദാസനെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ശുദ്രം തന്നെ കേൾക്കുന്ന ശബ്ദങ്ങൾ, ആലോചനകൾ ഹൃദയത്തിൽ ധൈര്യവും ഹല്ലേലൂയ അത് വലിയ ബലമായി തീരുമല്ലോ. ഇന്ന് രാത്രിയിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം, അത് വലിയ കൊള്ള കണ്ടു കിട്ടിയവരെ പോലെ ഞങ്ങൾ നിന്റെ വാദനത്തിൽ സന്തോഷിക്കുന്നു. ഹല്ലേലൂയ. എനിക്കറിയാം, ഞാൻ വിശ്വസിക്കുന്നു, ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ഒരു വലിയ കൊള്ള കണ്ടു കിട്ടിയവരെ പോലെ നമ്മുടെ പോരേണ്ടിയായിത്തീരും. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർ നിമിഷങ്ങൾ ദൈവ ശുശ്രൂഷയ്ക്കായി ആ കൃത്യത്തിനെ ഞാൻ ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടെ രാത്രികാരമായിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവത്തിന് എല്ലാ മഹത്വം അർപ്പിക്കുന്നു. ആമേൻ. ഒരിക്കൽ കൂടെ നിങ്ങളോടൊപ്പം ദൈവവചനവുമായി കടന്നു വരുവാൻ സർവകൃപാലുവായ ദൈവം എളിയവനെ ബലപ്പെടുത്തിയതിനെ ഓർത്തു എല്ലാ മാനവും മഹത്വവും ബഹുമാനവും പുകഴ്ചയും ക്രിസ്തുയേശുവിന് അർപ്പിച്ചു. അതുപോലെ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കർത്താവിന്റെ ശ്രേഷ്ഠ കൃത്യൻ പാസ്റ്റർ ജോൺസൺ, ആമേൻ, കർത്തൃദാസന്റെ കുടുംബം, ആമേൻ, വീണ്ടും ഈ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിക്കുവാൻ കാണിച്ച നല്ല മനസ്സിനായി പ്രത്യേക സ്നേഹവും പ്രത്യേക നന്ദി ഞാൻ പ്രദർശിപ്പിക്കുന്നു. കർത്താവിന്റെ ദാസനെയും കുടുംബമായും സഭയായും ശുശ്രൂഷയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മീറ്റിംഗിൽ ഇന്ന് രാത്രി ആമേൻ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുവിലുള്ള പ്രത്യേക സ്നേഹവും നന്ദി അറിയിക്കുന്നു. വിശേഷാൽ ആമേൻ പലരും എന്നോട് മീറ്റിംഗിന്റെ ലിങ്കൊക്കെ ചോദിച്ചു. ഞാൻ വിശ്വസിക്കുന്ന ചിലരെല്ലാം ഈ മീറ്റിംഗിൽ വന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ആരെയും നോക്കിയില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ചിലരൊക്കെ മീറ്റിങ്ങിനകത്ത് പ്രവേശിക്കുമെന്ന് പറഞ്ഞു. കർത്താവിന്റെ ദാസൻ റോയ് TJ പ്രിയ അഭിഷിക്തനും ദൈവദാസിയും ഈ മീറ്റിങ്ങിനകത്ത് ഉള്ളതിനായി സ്തോത്രം. ദൈവം അവരെ ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഏലിയാമ്മ ഫിലിപ്പ് എന്ന ദൈവദാസി മീറ്റിങ്ങിനകത്തുണ്ട്. കർത്താവിന്റെ ദാസിയും ഈ മീറ്റിങ്ങിനകത്ത് കടന്നു വന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. അതുപോലെ ആമേൻ പലരും, ഞാൻ എല്ലാവരും നോക്കിയില്ല, പലരും ഈ മീറ്റിങ്ങിനകത്ത് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നോട് പലരും മീറ്റിങ്ങിന്റെ ആമേൻ, ആമേൻ, ഞാൻ കുറച്ച് ദിവസത്തിന് ശേഷം
ആണ് സൂം മീറ്റിംഗ് വരുന്നത്. സ്തോത്രം. കുറച്ച് ദിവസങ്ങളായിട്ട് സൂം മീറ്റിംഗ് ഒന്നുമില്ല. ഇപ്പം നമ്മെ കൂടുതലും ഓഫ്ലൈൻ മീറ്റിംഗ് ആയതുകൊണ്ട് ആ മീറ്റിങ്ങിലൂടെ കടന്നു പോകുന്നു. മീറ്റിങ്ങിന്റെ പോസ്റ്റൊക്കെ ഇടുമ്പം ദൈവദാസിമാരും ദൈവദാസന്മാരൊക്കെ ചോദിക്കാറുണ്ട് പാസ്റ്റർ ലിങ്ക് അയക്കാൻ. പക്ഷെ സൂം മീറ്റിംഗ് അല്ല. ഇന്ന് വീണ്ടും ഒരു സൂം മീറ്റിംഗ് പ്രസംഗിക്കാനുള്ള ഭാഗ്യം ആമേൻ നിങ്ങളോടൊപ്പം കാണുവാനും സംസാരിക്കുവാൻ ദൈവം ഇടയാക്കിയതിനായി സ്തോത്രം. എല്ലാ മഹത്വവും കർത്താവിന് അർപ്പിച്ചു കൊള്ളുകയാണ്. എത്ര പേർ ദൈവത്തെ സ്തുതിക്കുന്ന രാത്രി? ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എത്രയാ ദിവസം? എത്ര ഇന്നത്തെ മീറ്റിംഗിന്റെ ഡേറ്റ്? 388. ആമേൻ. 388 ആകുമ്പോൾ ഒരു വർഷത്തിൽ കൂടുതൽ കഴിഞ്ഞു മീറ്റിംഗ്. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു മീറ്റിംഗ് നടക്കുന്നത് വലിയൊരു അത്ഭുതമാണ്. സ്തോത്രം. ആമേൻ. അതിനകത്ത് എനിക്കറിയാം ഒരുപാട് ആമേൻ ഭാരിച്ച ചുമതലകൾ സൂം മീറ്റിംഗ് ആണെങ്കിലും അതിനകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവദാസൻ ഓരോ മീറ്റിംഗ് കഴിയുമ്പോഴും മീറ്റിങ്ങിൻ്റെതായ ശുശ്രൂഷയിൽ വരുന്ന ദൈവദാസൻ, എൻ്റെ കാര്യം എനിക്കറിയാം, എനിക്ക് ശുശ്രൂഷയുടെ സ്തോത്ര കാഴ്ച കർത്താവദാസൻ അയച്ചു തരാറുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം ആമേൻ എല്ലാ ദൈവദാസന്മാരോടും അത് കാണിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അതുകൊണ്ട് തന്നെ മീറ്റിംഗ് ഇത്രയും നാൾ ഒരു വർഷത്തിലധികമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരുപാട് ആവശ്യങ്ങളുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ വിശ്വസിക്കുന്നു ഈ സൂം മീറ്റിങ്ങിൽ വരുന്ന ആമേൻ മീറ്റിംഗ് കണ്ട് വെറുതെ പോകുന്നവരായി മാറുക. പ്രൈസ് ദി ലോർഡ്. അതിനകത്ത് ശുശ്രൂഷയിൽ ആമേൻ ദൈവദാസന്മാരെ കൈത്താങ്ങുന്ന ഒരു നല്ല മനസ്സ് എല്ലാവർക്കും ഉണ്ടാകട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ. സൂം മീറ്റിംഗിൽ വന്നവര് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ വേറെ ജോലിയിൽ വ്യാപൃതരാകരുത്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കണം. മറ്റ് ജോലികളിലേക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ വീഡിയോ ഓൺ ചെയ്തിട്ട് അവിടെയും ഇവിടെയൊക്കെ കുത്തിയിരിക്കുന്നവർ ഓഫ് ചെയ്തിട്ട് പോവുക. പ്രൈസ് ദി ലോർഡ്. വചനം കേട്ട് ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായിരിക്കണം. ഞാൻ സത്യത്തിൽ പ്രസംഗിക്കുന്നത് താഴെ ബൈബിളിൽ നോക്കിയല്ലോ, നിങ്ങളുടെ എല്ലാവരും മുഖം കാണാൻ വേണ്ടിയിട്ടാണ് പ്രസംഗിക്കുന്നത്. അപ്പൊ തിരിച്ചും ആ ഒരു പ്രതികരണം ഉണ്ടാകണം. നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് നോക്കിയിരുന്ന് വചനം ശ്രദ്ധിക്കണം. പിള്ളേരെ കളിപ്പിക്കാനോ ആമേൻ തോരൻ വെക്കാനോ ചപ്പാത്തി ഉണ്ടാക്കാനോ ഒന്നും പോകരുത്. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ ഇടയ്ക്ക് സൂം മീറ്റിങ്ങിനകത്ത് കേട്ടൊരു ശബ്ദമാണ്, അച്ചായ ചപ്പാത്തി വേണോ മുട്ടക്കറി വേണോ എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആ ഒരു രീതിയിലൊന്നും പോകരുത്. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കുക. വചനം കേട്ട് ദൈവത്തെ ആരാധിക്കുക. പ്രൈസ് ദി ലോർഡ്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ 8:30 കഴിഞ്ഞ് ഇവിടെ വീട്ടിലെത്തിയപ്പോൾ ഞാൻ ഓടി വന്ന്, ഞാൻ അവിടെ നിൽക്കുമ്പോൾ മോനോട് വിളിച്ചു പറഞ്ഞ് എല്ലാം സെറ്റ് ചെയ്ത് വെക്കാൻ പറഞ്ഞു. ഓടി വന്നാണ് ഞാൻ ഈ മീറ്റിങ്ങിനകത്ത് കയറിയത്. സ്തോത്രം. അതുകൊണ്ട് ഷാർപ്പ് 8:30 ഒരു പക്ഷേ എനിക്ക് കയറാൻ പറ്റിയില്ലായിരിക്കും, ഒരല്പം വൈകിയായിരിക്കും ഞാൻ കയറിയത്. എന്തായാലും നിങ്ങളുടെ മീറ്റിങ്ങിനോടൊപ്പം എനിക്കായിരിക്കും വളരെ സന്തോഷം. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ചാൽ ഒരു വാക്ക് പ്രാർത്ഥിച്ചാൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. താങ്ക് യു അബ്ബാ ഫാദർ. താങ്ക് യു ജീസസ്. ഇത്ര നല്ലവനാം പ്രിയനേ, ഇതരയിൽ രുചിച്ചറിവാ. ഇത്ര നല്ലവനാം പ്രിയനേ, ഇതരയിൽ രുചിച്ചറിവാ. ഇടയായതിനാ ഒടുവിൽ വരെ എനിക്കെന്നും താൻ മതിയാ. ഇടയായതിനാൽ ഒടുവിൽ വരെ ഇനി എനിക്കെന്നും താൻ മതിയാ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി സ്തോത്രം. ബ്ലസ് ചെയ്യുന്ന കർത്താവ്, മീറ്റിങ്ങിന് ഞാൻ അനുഗ്രഹിച്ചു. ഈ രാത്രിയിൽ മീറ്റിങ്ങിൽ കടന്നു വന്നിരിക്കുന്ന ഓരോ വ്യക്തികളോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടണം ഞാൻ പ്രാർത്ഥിക്കുക. കർത്താവ് വലിയത് ചെയ്യുന്നതിനായി സ്തോത്രം. വലിയ വിടുതലുകൾ ഇന്ന് രാത്രി സംഭവിക്കട്ടെ. വലിയ വിടുതലിനകത്ത് നടക്കണം കർത്താവ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. എന്നോട് പരിശുദ്ധാത്മാവ് തരുന്ന ആലോചനകൾ മാത്രം പറയുവാൻ അടിയനെ ഉപയോഗിക്കണം ഞാൻ പ്രാർത്ഥിക്കുക. ഒന്നും മറച്ചു വെക്കാതെ പറയുവാൻ കൃപ നൽകണം. അത്ഭുതം ചെയ്യും. യേശുവിനെ സ്നേഹിച്ചുകൊണ്ട് കൃപയോട് കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. ഒരു വാക്യം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കൊലോസ്യർക്ക് ലേഖനം
കൊലോസ്യർക്ക് ലേഖനം എടുത്താട്ട് 1-ാം അധ്യായം 13-ാമത്തെ വാക്യം. കൊലോസ്യർക്ക് ലേഖനം 1-ാം അധ്യായം 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ അനുഗ്രഹമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധന്മാർക്ക് വെളിപ്പെടാനുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടിവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലൂസിന്റെ ഒരു പ്രാർത്ഥനയാണ്. സ്തോത്രം. വിശുദ്ധ ബൈബിളിൽ അപ്പോസ്തലനായ പൗലൂസ് എഴുതപ്പെട്ട ലേഖനങ്ങളിൽ പൗലൂസിന്റെ 3 പ്രധാന പ്രാർത്ഥനകൾ കാണാൻ കഴിയും. 3 പ്രധാന പ്രാർത്ഥനകൾ. അത് 1ഉം 2ഉം പ്രാർത്ഥനകൾ കിടക്കുന്നത് എഫെസ്യ ലേഖനത്തിലാണ്. എഫെസ്യ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലും 2 പ്രാർത്ഥനകൾ അപ്പോസ്തലനായ പൗലൂസിന്റെ പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ കഴിയും. 3-ാമത്തെ പ്രാർത്ഥന നമ്മൾ ഇപ്പോൾ വായിച്ച കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യം. അത് 3-ാമത്തെ പ്രാർത്ഥനയാണ്. എഫെസ്യ ലേഖനം 1-ാം അധ്യായം 16 മുതൽ വായിക്കുമ്പോൾ അവിടെ പൗലൂസിന്റെ 1-ാമത്തെ പ്രാർത്ഥന സഭയ്ക്ക് വേണ്ടി പൗലൂസ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ കാണാൻ കഴിയും. ഞാൻ ഈ പ്രാർത്ഥനകൾ പഠിച്ചപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയം ഒന്നും പൗലൂസ് പ്രാർത്ഥിക്കുന്നില്ല. പൗലൂസിന്റെ പ്രാർത്ഥനയുടെ ലെവലൊക്കെ വേറെയാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മ ഒരു ദൂത് കൈമാറുക. ഇതിനകത്ത് പ്രാർത്ഥനയുടെ മണ്ഡലങ്ങൾ ചേഞ്ച് ആകാൻ പോവാ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയുടെ മണ്ഡലം ചേഞ്ച് ആകും കേട്ടോ. നിങ്ങളുടെ പ്രാർത്ഥന പരിശുദ്ധാത്മാ വെളിപ്പാടുകളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് സഭയെ, ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നവരെ ദൈവത്തിന്റെ ആത്മാവ് മാറ്റാൻ പോവുകയാണ്. ആമേൻ. ശക്തമായ വെളിപ്പാടുകളുടെ കലവറകൾ ദൈവം തുറക്കും. എഫെസ്യ ലേഖനം നമുക്കറിയാം, ലേഖനങ്ങളുടെ റാണി എന്നാണ് അറിയപ്പെടുന്നത്. കാരണം എഫെസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലൂസ് കൈമാറിയിരിക്കുന്ന വെളിപ്പാടുകളുടെ ആഴങ്ങൾ വലുതാണ്. ആ വെളിപ്പാട് ഇത്രയും ലേഖനങ്ങളുടെ റാണി അറിയപ്പെടുന്ന ആ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലൂസ് 2 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ ഒറ്റ ലേഖനത്തിൽ 2 പ്രാർത്ഥനകൾ കാണാൻ കഴിയും. പൗലൂസിന്റെ ഈ 3 പ്രാർത്ഥനകൾ ഞാൻ എടുത്തു വെച്ച് വായിച്ചപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച ഒരു വിഷയം പൗലൂസ് പ്രാർത്ഥിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം ചെയ്താട്ടെ. പൗലൂസ് ഇത്രയും വെളിപ്പാടുള്ള മനുഷ്യൻ, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട മനുഷ്യൻ, കർത്താവിന്റെ വേലയിൽ അത്യന്തം ശക്തിയോടെ, ഒന്നുകൂടി പറഞ്ഞാൽ കഷ്ടത, പൗലൂസിന്റെ സാക്ഷ്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നത് കാണാൻ കഴിയും. പൗലൂസ് അനുഭവിച്ച അനുഭവങ്ങളൊക്കെ എത്ര ശ്രേഷ്ഠമെന്നറിയാമോ? യേശു കർത്താവിനെ 1 കുറേ 40 അടി ഒറ്റ പ്രാവശ്യം അടിച്ചപ്പോൾ പൗലൂസിനെ 5 പ്രാവശ്യം അടിച്ചെന്നാണ്. 5 പ്രാവശ്യം തന്നെ അടി കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ പൗലൂസ് അനുഭവിച്ച കഷ്ടതയൊന്നും ചെറുതല്ല. ഞാൻ ചിലപ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ലേഖനങ്ങൾ വായിക്കുമ്പോൾ ചാടി എഴുന്നേറ്റ് അപ്പോസ്തലൻ പൗലൂസിനെ സല്യൂട്ട് ചെയ്യാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഐ സല്യൂട്ട് പോൾ ബിക്കോസ് അദ്ദേഹം ശുശ്രൂഷയിൽ ചെയ്ത ശുശ്രൂഷകൾ താൻ അനുഭവിച്ച അനുഭവങ്ങളൊക്കെ എത്ര ശ്രേഷ്ഠമേറിയത്. ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, ഈ മീറ്റിങ്ങിനകത്തും കർത്താവിന്റെ വേല നിമിത്തം ദൈവിക അനുഭവങ്ങളിലൂടെ, കഷ്ടതകളിലൂടെയും ഉപദ്രവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. അവരോട് ദൈവാത്മ പറയുന്ന പൗലൂസിന് ദൈവം കൈമാറിയ വെളിപ്പാടുകളുടെ കലവറകൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുകയാണ്. വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങളെ ഒന്ന് തട്ടി എന്റെ ദൈവത്തെ ആരാധിച്ചാട്ടെ. എത്ര പേർ ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കും? ഉടറബാല ശന്തരധന ഘടക സിഹാന. വെളിപ്പാടുകളുടെ മണ്ഡലങ്ങൾ ഇന്ന് രാത്രി തുറക്കപ്പെടുകയാണ്. സ്തുരി ധന ശഹസ്തൂരി വേദാന്തര ഘടകസ്യ. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് പരിശുദ്ധാത്മ പറയുന്നു, വെളിപ്പാടുകളുടെ മണ്ഡലം തുറക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഞാനിങ്ങനെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, പൗലൂസിനെ പരീക്ഷന്മാരും ന്യായശാസ്ത്രിമാരൊക്കെ ചേർന്ന് കൂടി കല്ലെറിഞ്ഞു മരിച്ചു എന്ന് ഉറപ്പാ. പൗലൂസ് മരിച്ചു എന്ന് ഉറപ്പായപ്പോൾ പൗലൂസിനെ വലിച്ചിഴച്ചുകൊണ്ട് ദൂരെ മരിച്ചു. അപ്പൊ പൗലൂസ് എറി കൊണ്ട് മരിക്കണമെങ്കിലേ നമുക്കറിയാലോ, നമ്മളൊക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്നവരാണ്. എറിയുടെ ആഴവും എറിയുടെ മുറിവെന്തെന്നൊക്കെ നമുക്കും അറിയാം. ഒരുപക്ഷെ ഇതിനകത്ത് ഇരിക്കുന്ന പലർക്കും കൊച്ചുനാളിലെങ്കിൽ എറി കൊണ്ട് കാണും. എന്റെ തലയിലൊക്കെ ഇഷ്ടംപോലെ എറി കൊണ്ടിട്ടുണ്ട്.
എന്റെ തലയിടയ്ക്ക് ഞാൻ വഴിച്ചിറക്കുമ്പോ മുറിവിന്റെ പാടുകളേ ഉള്ളൂ. പ്രൈസ് ലോർഡ്. മൊത്തം എറിയും ആമേൻ വെട്ടിന്റെ ഒക്കെ പാടുകളേ ഉള്ളൂ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് ഇന്ന് രാത്രി ആമേൻ അപ്പോസ്തലനെ പൗലൂസിനെയൊക്കെ കർത്താവ് കൊണ്ടുവന്നത് വെറുതെ കൊണ്ടുവന്നതല്ല. ഞാനൊരു കാര്യം പറയാം. ശുശ്രൂഷയിൽ വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നിങ്ങൾ ആത്മീക ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ്, ഏത് വിഷയത്തിൽ നിങ്ങൾ എരിവുള്ളവരായിരുന്നു, ഏത് സബ്ജക്റ്റിലായാലും നിങ്ങൾക്ക് അതിനകത്തൊരു എരിവുണ്ടായിരുന്നു. ദൈവം അത് കണ്ടിട്ടാണ് ദൈവം നിങ്ങൾ അതിൽ നിന്ന് പൊക്കിയെടുത്ത് ഇതിലിട്ടത്. ഇവിടെ വന്ന് കിടന്ന് ഉറങ്ങാനല്ല, അതിനേക്കാൾ എരിവോടെ നിൽക്കുമെന്ന് കണ്ടിട്ടാണ് കർത്താവ് നമ്മെ ഇതിലേക്ക് വിളിച്ചിറക്കിയത്. പക്ഷെ പലരും ഇതിലേക്ക് വന്നപ്പോൾ ഉറങ്ങിപ്പോയി, പലരും ഉറങ്ങിക്കിടക്കണം. ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, ഉറങ്ങരുത്, നിങ്ങൾ നിൽക്കുമെന്ന് ദൈവം കണ്ടിട്ടാണ് എന്നെ നിങ്ങളൊക്കെ ദൈവം വിളിച്ചിറക്കിയത്. പ്രൈസലോ. കഷ്ടത വന്നാലും പട്ടിണി വന്നാലും നമ്മുടെ മുമ്പിൽ എതിർപ്പുകൾ വന്നാലും നമുക്കെതിരെ ആയുധങ്ങൾ ഉയർത്തിപ്പിടിച്ചു നിന്ന് വരരുതെന്ന് പറഞ്ഞാലും കാൽച്ചുവടുകൾ വെച്ച് മുന്നോട്ട് പോകുമെന്ന്, ധൈര്യത്തോടെ പോകുമെന്ന് കണ്ടിട്ട് തന്നെയാണ് കർത്താവ് നമ്മെ വേലയ്ക്ക് വിളിച്ചിറക്കിയത്. ഇന്ന് രാത്രി ധൈര്യത്തോടെ നിന്റെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഈ മുംബൈയിൽ തന്നെ മറ്റൊരു ശുശ്രൂഷയിൽ സൂം മീറ്റിംഗ് ഞാൻ മിക്കവാറും പ്രസംഗിക്കുന്നുണ്ട്. നമ്മുടെ തോമസ് പാസ്റ്റർ എന്ന് പറഞ്ഞ പാസ്റ്റർ ഉണ്ട് മുംബൈയിൽ. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ ദാസൻ നല്ല ശുശ്രൂഷ, അനുഗ്രഹീതമായ ശുശ്രൂഷയ്ക്കുള്ള ഒരു ദൈവദാസനുണ്ട്. മുംബൈയിലാണ്. എനിക്ക് കറക്റ്റ് സ്ഥലം അറിയത്തില്ല. സ്തോത്രം. തോമസ് പാസ്റ്റർ. പ്രൈസ് ലോർഡ്. അദ്ദേഹത്തിന്റെ സഭയിൽ ഞാൻ ഈ സൂം മീറ്റിംഗിൽ ശുശ്രൂഷിക്കാറുണ്ട്. ഇടയ്ക്ക് ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ ചില ദൂതുകൾ പറഞ്ഞപ്പോൾ കർത്താവിന്റെ ദാസനോട് 1-2 ദൂതുകൾ ഞാൻ പറഞ്ഞു. കർത്താവിന്റെ ദാസൻ മീറ്റിംഗ് കഴിഞ്ഞ ശേഷം എന്നെ വീഡിയോ കോൾ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ പറഞ്ഞ ദൂത് അത് വളരെ വാസ്തവമായിരുന്നു. എൻ്റെ ലൈഫിൽ നടന്ന അത് തന്നെയാണ് പാസ്റ്റർ വിളിച്ചു പറഞ്ഞത്. ആമേൻ. അത് മാത്രമല്ല, അവരുടെ സഭയിലെ മറ്റൊരു സഹോദരിയോട് ഞാൻ പറഞ്ഞു, 3 ദിവസത്തിനകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് പറഞ്ഞു. ആമേൻ. പരിശുദ്ധാത്മ പറഞ്ഞതുപോലെ 3-ാം ദിവസം ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയുന്നു, നിങ്ങളോട് ദൂതറിയിക്കുന്നത് റോയ് ബ്ലെസ്സിംഗ് പാസ്റ്റർ അല്ല. റോയ് ബ്ലെസ്സിംഗ് പാസ്റ്ററിനെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. എന്റെ വാക്കുകൊണ്ട് ഒന്നും നടക്കത്തില്ല. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങളത് സ്വീകരിക്കാൻ തയ്യാറാകണം. അത് കേട്ട് നിങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാകണം. പ്രൈസ് ലോർഡ്. കരങ്ങൾ ഉയർത്തി ശക്തിയോട് ഹാലരി പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. ജോൺസൺ പാസ്റ്റർ, പരിശുദ്ധാത്മ പറയുന്നു, വെളിപ്പാടുകൾ എന്റെ ദൈവം ഓപ്പൺ ചെയ്യും. വെളിപ്പാടുകൾ ഓപ്പൺ ചെയ്യും. ആമേൻ. ലേഖനങ്ങൾ വായിക്കുമ്പോൾ അപ്പോസ്തലൻ പൗലൂസിന്റെ ആഴമേറിയ വെളിപ്പാട് ദൈവാത്മാവിനെ കാണിക്കുന്നു. കഷ്ടതകൾ, പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ ഒരുപാട് നമ്മുടെ മുന്നിൽ വന്നു. എല്ലാം അവസാനിപ്പിക്കാം, മതി എന്ന് പറയത്തക്ക നിലവാരത്തിൽ തലയ്ക്ക് മീതെ വിഷയങ്ങൾ വന്നപ്പോൾ കൂടെ നിൽക്കാൻ ആരെയും കണ്ടില്ല. പ്രൈസ് ലോർഡ്. കൂടെ നിന്നവർ പോലും മാറിപ്പോയി. സ്തോത്രം. അകന്നുപോയി. അടുപ്പിക്കേണ്ടവർ നമ്മളെ അകറ്റി. പ്രൈസ് ലോർഡ്. വിഷയങ്ങളുടെ മൂർച്ഛന്യാവസ്ഥ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഏറ്റവും കൂടുതൽ വെല്ലുവിളിയുണ്ടോ? ആമേൻ. വെല്ലുവിളി ഉണ്ടെങ്കിൽ ഓർത്തോണം, നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിളിയും വലുതാണ്. പ്രൈസ് ലോർഡ്. വലുതാണ്. വെല്ലുവിളി വലുതാണോ? ദൈവിക വിളിയുടെ ഉദ്ദേശവും വലുതാണ്. പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, കാൽ ചവിട്ടുന്ന ഭൂമി എവിടെ നിർത്തത്തില്ലെന്ന് പറഞ്ഞോ, അത് അവകാശമായി മാറുകയാണ്. ഒരു സ്ഥലത്ത് ചെന്ന് നിൽക്കുന്നു, ആ സ്ഥലത്തെ നോക്കിയിട്ട് പറയുകയാണ്, ഈ സ്ഥലം ആമേൻ ദൈവനാമത്തിന് വേണ്ടി ഒരുക്കപ്പെടണം. പ്രശ്നം അടമന ശഹസ്തൂരി പരിശുദ്ധാത്മ ഒന്നുകൂടി ഒറ്റപ്പെട്ടവനായി. ആ കല്ലിന്റെ ഭംഗിയൊന്നും യാക്കോബ് കണ്ടില്ല, ഇരുട്ടായതുകൊണ്ട് കണ്ടില്ല. യാക്കോബിന് ഉറങ്ങണം, ഉറങ്ങാനൊരു തലയിണ വേണം. താൻ കണ്ടുപിടിച്ചപ്പോ ഒരു കല്ല് കിട്ടി, ആ കല്ല് പരിവരുത്തതായിരുന്നു. എങ്കിലും യാക്കോബ് അതിന്റെ ഭംഗിയൊന്നും നോക്കാതെ രാത്രി സമയത്ത് തല വെച്ച് ജസ്റ്റ് ഒന്ന് ഉറങ്ങി വന്നപ്പോൾ താൻ ഒരു ദർശനം കണ്ടു. ആമേൻ. സ്വർഗത്തോളം എത്തുന്ന ഒരു കോവണി, ദൂതന്മാർ കയറുന്നതും ഇറങ്ങുന്നതും താൻ കണ്ടു. താൻ ഭയപ്പെട്ടു പോയി. താൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നുമല്ല. ദർശനം കിട്ടിയ സ്ഥലത്ത് ഒരു മെഗാ ചർച്ച്
പരിശുദ്ധാത്മാവ് ഒരുക്കുന്നുണ്ട്. ദൈവാത്മാവിനെ കാണിക്കുന്ന അഭിഷിക്തനെ ഭൂതം പിടിക്കപ്പെട്ടവർ, ഒന്നുകൂടി പറഞ്ഞാൽ മാനസിക രോഗങ്ങളാൽ പിടിക്കപ്പെട്ടവരെ, ചങ്ങലക്കിട്ട് പൂട്ടിയിട്ടിരിക്കുന്നവരെ ആ ചങ്ങലയോടുകൂടി കൊണ്ടുവന്ന് അവിടെ കെട്ടിയിട്ട് ചങ്ങല അഴിച്ച് ഭൂതത്തെ പുറത്താക്കി സൗഖ്യമാക്കി, ആമേൻ, അവർ ദൈവവേലയ്ക്ക് വേണ്ടി കൂടെ നിൽക്കുന്ന ഒരു അനുഭവത്തെ ദൈവാത്മാവ് കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടി പറഞ്ഞാൽ ഒരു ഭയങ്കര അതോറിറ്റിയുടെ ശുശ്രൂഷ വെളിപ്പെടാൻ പോവുകയാണ്. അധികാര ശുശ്രൂഷ വെളിപ്പെടാൻ പോകുന്നു. ഡഗമന ഹസ്തുരി ചുടമന ഘടകസ്യ, ഭൂതങ്ങൾ അലറിയോടുന്ന ഒരു ശുശ്രൂഷ. ആമേ, മാനസിക രോഗികൾ ദൈവാത്മാവിനെ കാണിക്കുക. ചങ്ങലക്കിട്ട് കൊണ്ടുവരുന്ന മാനസിക രോഗികൾ എന്റെ കർത്താവ് അവരെ വിടുവിക്കുന്ന ശുശ്രൂഷയിലേക്ക് ഈ ദിവസങ്ങൾ പരിശുദ്ധാത്മാവ് കൊണ്ടുപോകും. ഒരു മാനസിക രോഗികൾ പാർക്കുന്നിടത്തേക്ക് ദൈവദാസനെ പരിശുദ്ധാത്മാവ് കൊണ്ടുപോകും കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ അനവധി മാനസിക രോഗികൾ സൗഖ്യമാക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടി പറഞ്ഞ, ചില നാളുകൾക്ക് മുമ്പ് ആമേൻ എനിക്ക് ഭ്രാന്ത് പിടിക്കുമോ എന്ന് ചിന്തിക്കത്തക്ക നിലവാരത്തിൽ വിഷയങ്ങൾ പൊങ്ങി വന്ന് വെറുതെ അല്ല, ആ വിഷയങ്ങൾ ചിലരുടെ ഭ്രാന്തുകളെ മാറ്റുവാനുള്ള അഭിഷേകം പകരാൻ വേണ്ടിയിട്ടായിരുന്നു. ആ നിലയിൽ ദൈവത്തിന്റെ ആത്മ പറയുന്നു, ഭ്രാന്തുകളെ പുറത്താക്കുന്ന, ഭ്രാന്തുകളുടെ പിന്നിൽ വ്യാപരിക്കുന്ന സൈറ്റാനിക് സ്പിരിറ്റുകളെ പുറത്താക്കുന്ന ഒരു ഭയങ്കര അധികാരത്തിന്റെ ശുശ്രൂഷ ഈ ദിവസങ്ങൾ വെളിപ്പെടുമെന്ന് ദൈവാത്മ പറയുന്നു. ദേശം കൈവശമായി തീരും, ഭൂമി കൈവശമായി തീരും, അവകാശമായി തീരും. ഒരു മെഗാ ചർച്ച് ദൈവത്തിന്റെ ആത്മാവിനെ കാണിക്കുന്നു. സ്വർഗം അത് ഒരുക്കുന്നതിനായി സ്തോത്രം. ഒന്ന് കരങ്ങൾ ഉയർത്തി എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ ശക്തിയോടെ. ഹല്ലേലൂയ. രണ്ടാമത്തെ പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയും എഫെസ്യ ലേഖനത്തിൽ 3-ാം അധ്യായത്തിന്റെ ആമേൻ 14 മുതലുള്ള വാക്യമാണ് രണ്ടാമത്തെ പ്രാർത്ഥന. അവിടെ അത് നിമിത്തം ഞാൻ സ്വർഗത്തിനും ഭൂമിയിലുള്ള സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധി ഞാൻ മുട്ടുകുത്തുന്നു. പൗലൂസിന്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത നോക്കിയേ, പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോ എങ്ങനെയാ പ്രാർത്ഥിക്കാറ്? ഞാൻ ഉള്ള കാര്യം പറയാറില്ലോ, ചിലരൊന്നും പ്രാർത്ഥിക്കാറേ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് എന്തായാലും വെറുതെ പറയത്തില്ല കേട്ടോ. ചിലരൊന്നും പ്രാർത്ഥനയ്ക്ക് സമയം കൊടുക്കാറില്ല. നമ്മുടെയൊക്കെ പ്രാർത്ഥനകളൊക്കെ നമ്മൾ പലപ്പോഴും നമ്മുടെ കുറെ വിഷയങ്ങൾ എടുത്തു വെച്ച് അങ്ങ് പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങളെ പ്രാർത്ഥിക്കുന്നില്ല. പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങളാണ് നമ്മൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത്. അതിനുശേഷം നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുന്ന തെറ്റെന്നല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷെ അപ്പോൾ തന്നെ നമ്മുടെ പ്രാർത്ഥനയുടെ ലെവല് ദൈവം മാറ്റാൻ പോവാം. നിങ്ങൾ നേരത്തെ അവൻ എടുത്തു വെച്ച് വായിക്കും. നേരത്തെ പറഞ്ഞ വാക്യം എഫെസ്യ ലേഖനം 1-ന്റെ നമ്മൾ വായിച്ചില്ല. ആ വാക്യം നിങ്ങൾ എടുത്ത് വായിക്കുക. ആ പ്രാർത്ഥനയെ കുറിച്ച് വായിക്കുക. രണ്ടാമത്തെ പ്രാർത്ഥന ഇവിടെ നമ്മൾ പിതാവിന്റെ സന്നിധി മുട്ടുകുത്തും. പൗലൂസിന്റെ പ്രാർത്ഥന മുട്ടിന്മേൽ നിന്നുള്ള പ്രാർത്ഥനയായിരുന്നു. രാമൻ പറഞ്ഞാട്ടെ, ഒന്ന് കരമുയർത്തി സ്തോത്രം പറഞ്ഞ എനിക്ക് നിങ്ങൾ എല്ലാവരും കാണാൻ പറ്റും കേട്ടോ. ഒരു നല്ല ആമേൻ പറഞ്ഞാട്ടെ എല്ലാവരും. ഹല്ലേലൂയ. ഓറാബാന ശംദാരഗ ദൂരാജു. പക്ഷേ ശബ്ദം കേൾപ്പാൻ കഴിയുന്നില്ല. Jesus. Hallelujah. Thank you. Hallelujah. ആമേൻ. യേശുവിന്റെ നാമത്തിൽ. ഇപ്പൊ രണ്ടാമത്തെ പ്രാർത്ഥന നമ്മൾ പറഞ്ഞു, പിതാവിന്റെ മുട്ടുമടക്കിയുള്ള പ്രാർത്ഥന. നമ്മൾ പ്രാർത്ഥനയിൽ മുട്ടുമടക്കി തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. പലരും കട്ടിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട്, കസേരയിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട്, അല്ലേ? ചിലർക്ക് കാല് വയ്യാത്തോണ്ടെന്ന് പറയാം. അവരോട് വിഷയമില്ല, ഞാൻ പറയുന്നില്ല. പക്ഷെ നമുക്ക് ശരീര സുഖമുള്ളവർ രാവിലെ എഴുന്നേറ്റ് മുഖം പോലും കഴുകാതെ അതേ കട്ടിൽ ഇരുന്നുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട്.
ആ പ്രാർത്ഥനയൊന്നും ശരിയല്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, നമ്മുടെ എല്ലാവരുടെയും വീട്ടിലൊരു പായ ഉണ്ടാകും. പായുണ്ട്. എത്ര പണം ഉണ്ടെങ്കിലും, എത്ര നല്ല മെത്തകളുണ്ടെങ്കിലും ഒരു പാ നിങ്ങളുടെ വീട്ടിലുണ്ടാകണം. ഞാൻ ഇങ്ങനെ പറയും, പാ വിരിക്കുമ്പോൾ പിശാച് ഓടും. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ വീട്ടിലെ പായ ഉണ്ടല്ലോ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഷീറ്റ് ഉണ്ടല്ലോ, ആ ഷീറ്റ് വിരിച്ചാൽ മതി, സാത്താൻ ഓടും. സാത്താൻ അറിയാം ആ പാ വിരിക്കുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഷീറ്റ് വിരിക്കുമ്പോ അറിയാം മുട്ടുമടക്കാൻ പോകുന്നു, ഓടിക്കോളാൻ പറയും. പ്രൈസ് ദി ലോർഡ്. പക്ഷെ പലരുടെ വീട്ടിലും പാ ഇല്ല, ഷീറ്റും ഇല്ല. കട്ടിലിന്റെ മുകളിൽ ഇരുന്ന് മൂളിപ്പാട്ടും പാടി കിടന്നുറങ്ങുന്ന പ്രാർത്ഥിക്കുന്നവർ ഇന്ന് രാത്രി എന്റെ ഈ മെസ്സേജ് കേൾക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, ഇത് നിങ്ങൾക്കുള്ള ദൂത. ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, ഇറങ്ങി താഴെ ഇരിക്കണം. ഞാൻ പറയട്ടെ, നമ്മൾ ആരും കർത്താവിനെ കാട്ടി വലിയ ആൾക്കാരൊന്നും അല്ലല്ലോ, ആണോ? ഒരിക്കലും അല്ല. കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥന എങ്ങനെയാ? യേശു കർത്താവ് മലയുടെ മുകളിൽ കയറി മുട്ടുകുത്തി പിതാവിനോട് പ്രാർത്ഥിച്ചതാണ്. എവിടെ ഇരുന്നാ പ്രാർത്ഥിച്ചേ? മലയുടെ മുകളിൽ പായുണ്ടോ? മലയുടെ മുകളിൽ ഷീറ്റുണ്ടോ? മലയുടെ മുകളിൽ പാറകളല്ലേ? ആ പാറയിലല്ലേ കർത്താവ് മുട്ടുമടക്കി പിതാവിനോട് ഒരു രാത്രി മുഴുവനും പ്രാർത്ഥിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. നമുക്കൊക്കെ സൗകര്യം കൂടിപ്പോയി. നമ്മുടെയൊക്കെ മെത്തയുടെ സുഖത്തിന്റെ ആ സുഖം കൂടിപ്പോയി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം പറഞ്ഞു. ഞാൻ കുറ്റം പറയാനല്ല കേട്ടോ, ഇന്ന് രാത്രി കുറ്റം പറയാനല്ല, ഉള്ളത് തുറന്നു പറയുന്നത് കുറ്റമായി തോന്നിയാലും കുഴപ്പമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. അമ്മ വെളിപ്പാട് പുസ്തകം എടുത്ത് വായിക്കണം. അത് വായിക്കുന്ന സഭയോട് പറഞ്ഞ അത്ര ഇതാ, നിന്നെ കുറിച്ചൊരു കുറ്റം പറയാനുണ്ട്, കുറിച്ചൊരു കുറ്റം എനിക്ക് പറയാനുണ്ട്. വെളിപ്പാട് പുസ്തകം എടുത്ത് 7 സഭകളെ കുറിച്ച് വായിക്കും. ഒറ്റ സഭ വെച്ച് ബാക്കി 6 സഭയോടും പറയുന്നത് നിന്നെ കുറിച്ച് എനിക്ക് കുറ്റം പറയാനുണ്ട്. സ്തോത്രം. നിന്റെ ആദ്യ സ്നേഹത്തിലേക്ക് നീ മടങ്ങി വാ. സ്തോത്രം. അപ്പൊ കുറ്റം കണ്ടു കഴിഞ്ഞാൽ അത് പറയാൻ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകിയിട്ടുണ്ട്. അത് പറയണമെന്ന് തന്നെയാണ്. ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, പ്രാർത്ഥനയുടെ അഭിഷേകത്തിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. മാറ്റം ദൈവശക്തി വ്യാപരിക്കാൻ പോകുന്നു. പ്രാർത്ഥന ഇന്ന് രാത്രി ചിലരെ സൗഖ്യമാക്കാൻ പോവുകയാണ്. എത്ര രാമേബർ ഇന്ന് രാത്രി ചില സൗഖ്യങ്ങളിനകത്ത് നടക്കട്ടെ. എത്ര പേര് രാമേബർ ഇന്ന് രാത്രി സൗഖ്യം ദൈവാത്മനോട് പറയുന്നു, ഇന്ന് രാത്രി സൗഖ്യത്തിനകത്ത് വെളിപ്പെടാൻ പോകുന്നു, സൗഖ്യം നടക്കാൻ പോകുന്നു. ദൈവാത്മ ഇതിനകത്തിരിക്കുന്ന, എനിക്ക് ദൈവാത്മ ഒരു ദൂത്, ഇതിനകത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു വരിക. അപ്പൊ നിങ്ങൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളൊരു ഭയമുണ്ട്. കാരണം ഈ ഇടയായിട്ട് ഒരുപാട് കാഴ്ച നഷ്ടം. എനിക്കറിയത്തില്ല, ഒരാളോട് ദൈവാത്മ പറയും, എന്റെ കാഴ്ച കുറഞ്ഞു വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? നിങ്ങളുടെ കാഴ്ചയെ മടക്കി തരുവാൻ എന്റെ ദൈവം സർവശക്തനാണ്. വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞു. ഇന്ന് രാത്രി സൗഖ്യം നടക്കുക. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സൗഖ്യം നടക്കും. ആത്മ പറയുന്നു, നിന്റെ കണ്ണിലേക്ക് ഒരു പ്രകാശം ഇന്ന് രാത്രി അടിച്ചു കയറുകയാണ്. നിങ്ങളുടെ കണ്ണുകളിലേക്ക് ഒരു പ്രകാശം ഇന്ന് രാത്രി അതിനകത്തേക്ക് പ്രവേശിക്കട്ടെ. ഓ ചുടാറവക്ഷം ധരകുടി ഗതനഘടകസ്യ. ഇന്ന് രാത്രി വിടുതല. ഓ സോണിയ എന്നൊരു സിസ്റ്ററെ കാണിക്കുന്നു. സോണിയ, ഒരു ഹാൻഡിൽ പറയാം, കരമുയർത്തി. സോണിയ സിസ്റ്റർ. യെസ്, പരിശുദ്ധാത്മ പറയുന്നു, കാഴ്ചപ്പാട് മാറാൻ പോവാ. നമ്മൾ ഈ കാണുന്ന കണ്ണിന്റെ അല്ല, ജീവിതത്തിന്റെ കാഴ്ചപ്പാട്, നിന്റെ ആത്മീക ജീവിതത്തിന്റെ കാഴ്ചപ്പാട് ദൈവം മാറ്റാൻ പോവാ. ഒന്നുകൂടി ദൈവാത്മ പറയും, നിന്റെ സ്ഥിതിയെ ദൈവം മാറ്റാൻ പോവാ. ഒരു ഭയങ്കര പ്രാർത്ഥനയുടെ അഭിഷേകം നിങ്ങളുടെ കിടപ്പുണ്ട്. പ്രാർത്ഥനയുടെ അഭിഷേകം. ദൈവാത്മാവ് ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് ഈ ദൂത് പറയുമ്പം നിങ്ങളുടെ മേൽ മറഞ്ഞിരിക്കുന്ന കൃപാവരം ജ്വലിക്കാൻ പോവാ. കൃപാവരങ്ങൾ ജ്വലിക്കാൻ പോകുന്നു. ഒരു വലിയ, എന്നോട് ദൈവാത്മാവ് ഭയങ്കര കൃപാവരങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ കിടപ്പുണ്ട്. അത് ദൈവത്തിന്റെ ആത്മാവ് ജ്വലിപ്പിക്കാൻ പോവാ. ചതഞ്ഞ ഓടെ അവൻ ഓടിക്കത്തില്ല.
പുകയുന്ന തിരി അവൻ കെടുത്തിക്കളയുകയില്ല. ദൈവാത്മ പറഞ്ഞ് തീ ഉണ്ട്, കുറെ നാളുകൊണ്ട് പുകഞ്ഞു കിടക്കുകയാണ്. പക്ഷെ ഇന്ന് രാത്രി അതിന്റെ മീതെ ഒരു കാറ്റടിക്കും, എല്ലാ ചാരങ്ങളും പറന്നു പോകും, ആ തീ ആളി കത്താൻ പോവുകയാണ്. ഇന്ന് രാത്രി ദൈവാത്മ നിങ്ങളുടെ മേൽ ഒരു തീ കത്തി ഇറങ്ങുന്ന ദിവസമാണ്. പ്രാർത്ഥനയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ചില മേഖലകളുണ്ട്. ഇന്ന് രാത്രി ദൈവാത്മാവ് ഒഴിവാക്കാൻ പോവാ. ദൈവാത്മാവ് ചിലതിനെ എന്റെ ദൈവം ഒഴിവാക്കാൻ പോവാ. അത് നിങ്ങളുടെ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തും. നിങ്ങളുടെ ദൈവാത്മാവ് ഇന്ന് രാത്രി അതിനെ ഒഴിവാക്കി കളയുന്നു. ഒരു ഡെലിവറൻസ് ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ വെളിപ്പെടുകയാണ്. ആ കൃപാവരങ്ങൾ നിങ്ങളുടെ മേൽ ജ്വലിക്കാൻ പോവുകയാണ്. നിങ്ങളൊരു പ്രാർത്ഥനാ മകളായി പരിശുദ്ധാത്മാവ് കണ്ടിരിക്കുന്നു. ആ അഭിഷേകം ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ ഇറങ്ങുന്നത് രാത്രിയാണ്. ദിവസങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടി തന്ന ദൈവാത്മാ പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടി കൈമാറി ദൈവം മറുപടി കൈമാറുകയാണ്. സ്വന്തം എത്ര മനസ്സിലാക്കുന്നവർ മാത്രം ഒന്ന് കരമേയത്തിന്റെ ദൈവത്തെ സ്തുതിച്ച് ശക്തിയോടെ ആമേൻ ആമേൻ ആമേൻ. ഞാൻ എടുത്ത വാക്യത്തിലേക്ക് പോയ ഒരുപാട് പോരാട്ടമുള്ള ദിവസമാണല്ലോ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ആമേൻ. എനിക്കറിയാം പോരാട്ടം ഉണ്ടെങ്കിൽ വിടുതലും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. രാമേൻ പറഞ്ഞാട്ടെ, ഇതുവരെ ഇല്ലാത്ത പോരാട്ടമാണ് ഇന്നത്തെ എൻ്റെ മീറ്റിങ്ങിൽ നെറ്റിനോട് പോരാടിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്, ഇതുവരെ ഇല്ലാത്ത പോരാട്ടം. എന്തായാലും ഇന്ന് രാത്രി വിടുതല കേട്ടോ. ഇതിനകത്ത് ലതാ സണ്ണി എന്നൊരു ആന്റിയെ കാണി അല്ലെ, ലതാ സണ്ണി. യെസ്, പോരാട്ടം അഴിഞ്ഞു മാറുക കേട്ടോ. പോരാട്ടം അഴിഞ്ഞു മാറും. നിങ്ങളുടെ വീട്ടിനകത്തുനിന്നൊരു പോരാട്ടം അഴിഞ്ഞു പോകുന്നു. നിങ്ങളുടെ കുടുംബത്തിനകത്തുനിന്നൊരു പോരാട്ടം അഴിഞ്ഞു പോകുന്നു. വീടിനോട് പോരാടി നിൽക്കുന്ന അദൃശ്യമായി നിന്ന് പോരാടുന്ന ഒരു ശക്തി, ദൈവത്തിന്റെ ആത്മാക്കൾ, ഇരുട്ടിന്റെ ശക്തി അഴിഞ്ഞു മാറിപ്പോകുന്നു. ഇരുട്ടിന്റെ ശക്തി അഴിഞ്ഞു മാറിപ്പോകുന്നു. ഓ ഷഹൽ ഹന്തൂരി, ചിലരെ അത് ബാധിച്ചതാണ്. ആ ഇരുട്ടിന്റെ ശക്തി ചിലരെ ബാധിച്ചു. എന്നാൽ ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, ഇനി ആ വീടിനകത്ത് നിലവിളിയിൽ ശബ്ദം ഉയരാതിരിപ്പാൻ ഇന്ന് രാത്രി ഒരു വിടുതലിനകത്ത് അയക്കുകയാണ്. ദൈവാത്മ വിളിച്ചു, നിങ്ങളുടെ വീടിനകത്ത് വീടിനോട് ചേർന്നിരിക്കുന്ന ഒരു മൂലയിൽ നിന്നൊരു ഇരുട്ടിന്റെ വ്യാപാരം വീടിന്റെ പുറത്തുനിന്ന് വരുന്നത് ദൈവാത്മാവ്, അതിനെ ദൈവാത്മാവ് ശാസിക്കുകയാണ്. ആ വീട്ടിന്റെ സ്വസ്ഥതയെ കെടുത്തുന്ന ദുഷ്ടവ്യാപാരത്തെ ദൈവത്തിന്റെ ആത്മാവ് ശാസിച്ചകറ്റുകയാണ്. ആമേൻ. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു. ആമേൻ. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു. വായിക്കാൻ ശ്രദ്ധിക്കണം. നമ്മെ, ആമേൻ, കൊലോസ്യ സഭയുടെ നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിക്കൂ എന്നല്ല, വിടുവിച്ചു. ഒരു ഭയങ്കര വിടുതൽ നടന്നു കഴിഞ്ഞു. ഇരുട്ടിന്റെ മണ്ഡലങ്ങളെ ദൈവം അഴിച്ചു മാറ്റി. ഓ ശാഗമാന, ഇരുട്ടിന്റെ അധികാരത്തിൽ നമ്മെ വിടുവിച്ചു. ആമേൻ. ഒന്നുകൂടി പറഞ്ഞാൽ പവർ ഓഫ് ഡാർക്ക്നെസ് എന്നാണ്. ഇരുട്ടിനൊരു ഭയാനക ശക്തിയുണ്ട്. ആ ശക്തിയിൽ നിന്നും നമ്മെ വിടുവിച്ചു. സ്തോത്രം പറയാവോ? ഇന്ന് രാത്രി ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ തകരുന്ന രാത്രിയാണ്. വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞു. കുറച്ച് നാളായിട്ട് ചിലരോട് പോരാടി നിൽക്കുന്ന ഒരു ശക്തി ഇന്ന് രാത്രി അഴിഞ്ഞു മാറും. അതുകൊണ്ടാണ് എനിക്കറിയാം ഈ ശുശ്രൂഷയോട് ഈ പോരാട്ടം വന്നത്. ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ ഭയപ്പെടുകയാണ് ഇന്നത്തെ രാത്രിയിലെ മീറ്റിംഗ്. ആമേൻ. നിങ്ങൾ ഇരിക്കുന്ന വീടിനോട് ചേർന്നുള്ള ചില ഇരുട്ടിന്റെ ശക്തികൾ ഭയപ്പെടുന്നു. ഇന്ന് രാത്രി നിങ്ങൾ വിടുവിക്കപ്പെടുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. റഹ മന ശഹസ്തൂരി റീമാന ശംദ രഗദാന ഘടകസ്യാന ധേരേ ധന രഗത്താര
പ്രഗതിയിലെ മൗഡ 26-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെയിൽ അവകാശം ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്വങ്ങളിലേക്കും തിരിപ്പാനും ഞാനിപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. Glory to Jesus. Hallelujah. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹാലലുയ. ഇന്നത്തെ രാത്രിയിലെ മീറ്റിംഗ് ചില ശക്തികളുടെ തലയ്ക്ക് അടികൊള്ളുന്ന രാത്രിയാണ്. പ്രൈസ് ദി ലോർഡ്. റാംതൽ ഹസ്തൂരി ചുഡാ മനാ ശഹസ്തൂരി. ഇവിടെ അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശം ലഭിക്കേണ്ടതിന് ഇന്ന് രാത്രി ദൈവാത്മ പറഞ്ഞ ചില അവകാശം ലഭിക്കേണ്ടതുണ്ട്. ആ അവകാശം ലഭിക്കേണ്ട അവകാശത്തെ തടയുന്ന ചില ഇരുട്ടിന്റെ സ്വാധീനങ്ങളെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് അഴിച്ചു മാറ്റാൻ പോവുകയാണ്. വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞിട്ട് ദൈവത്തെ സ്തുതിച്ചോ. ആമേൻ. ചിലരൊക്കെ മിണ്ടാതെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കരുത് കേട്ടോ. ദൂത് പറയുമ്പോൾ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കാം. റജി ജോർജ്, കർത്താവദാസനെ ദൈവം അവനോട് പരിശുദ്ധാത്മ. റജി ജോർജ് എവിടെ നിൽക്കേണ്ടെന്നറിയാവോ? എവിടെ നിൽക്കേണ്ടെന്നറിയാമോ? നിങ്ങളുടെ അവകാശം ഏറ്റവും ശ്രേഷ്ഠമേറിയതാണ്. ദൈവം ഒരു മനുഷ്യ അവകാശമല്ല, ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു അവകാശം. ആ അവകാശത്തിൽ കയറാതിരിക്കാൻ മോശ ജനിക്കുന്നത് പോലും പിശാചിന് ഇഷ്ടമല്ലായിരുന്നു. മോശ ജനിച്ചാൽ ആമൻ 2 വയസ്സിനകത്ത് കൊന്നുകളയാനും പദ്ധതി ഒരുക്കി. പക്ഷെ അവിടെയും പിശാച് പരാജയപ്പെട്ടു. പിശാചിനറിയാം മോശ ജനിച്ചു കഴിഞ്ഞാൽ മിസ്രൈമിലുള്ള ഒരു വലിയ കൂട്ടം ജനം വിടുവിക്കപ്പെടുമെന്ന്. ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, ബ്രദർ, നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ശ്രേഷ്ഠമേറിയതാണ്. മോശയെ പോലെ ശ്രേഷ്ഠമേറിയ ഒരു ലീഡർഷിപ്പിൽ നിന്നുകൊണ്ട് അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാനുള്ള ശ്രേഷ്ഠമായ ഒരു വിശുദ്ധ വിളി നിങ്ങളുടെ മേലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ വിളി ദൈവം നിങ്ങളെ വിളിച്ച് വേർതിരിച്ചത് മിസ്രൈമിൽ ദൈവത്തിന്റെ ജനം അടിമത്തത്തിൽ കിടക്കുന്നു. ദൈവത്തിന്റെ ജനമാണ് അടിമത്തത്തിൽ കിടക്കുന്നത്. ആ ജനത്തെ വിടുവിച്ച് അവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന വാഗ്ദത്ത ദേശം അവകാശമാക്കേണ്ടതിന് നിങ്ങളെ മുന്നിൽ നിർത്തി ശുശ്രൂഷ ചെയ്യുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. രാത്രി പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങൾ പിന്നിൽ നിൽക്കേണ്ട വ്യക്തിയല്ല, നിങ്ങൾ മുന്നിൽ നിൽക്കേണ്ട വ്യക്തിയാണ്. ദൈവം നിങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു വലിയ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്ന് രാത്രി ദൂത് പറയുമ്പോൾ റജീശ്വർ കർത്താവിന്റെ ദാസനെ, ഞാൻ അങ്ങനെ തന്നെ നിങ്ങളെ വിളിക്കുന്നു. നിങ്ങളൊരു അഭിഷിക്തനാണ്. നിങ്ങളുടെ മേൽ വീണ അഭിഷേകം ചെറുതല്ല, ഏറ്റവും ശ്രേഷ്ഠമേറിയ അഭിഷേകം. നിങ്ങളുടെ മേൽ കിടക്കുന്ന ദൗത്യം ചെറുതല്ല, ഏറ്റവും ശ്രേഷ്ഠമേറിയ ദൗത്യം. എല്ലാവരും പോലെ അല്ല മോശ. മോശയെ നിന്റെ ജനനത്തിൽ തന്നെ തകർത്ത് കളയാൻ പിശാച് വെല്ലുവിളിച്ച് അഭിഷിക്തനെ പല പ്രാവശ്യവും തീർത്ത് കളയാൻ സാത്താൻ വെല്ലുവിളിച്ചിട്ടും ഇന്നും ജീവനോടെ നിർത്തിയിരിക്കുന്നതിന്റെ കാരണം ദൈവത്തിന് നിങ്ങളെ കുറിച്ച് ഒരു വലിയ ഉദ്ദേശം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. റഹബാൻ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ എഴുന്നേറ്റ് പ്രകാശിക്കാം. എന്റെ പ്രകാശം നിന്റെ മേൽ വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഇനിയും വെയിറ്റ് ചെയ്യരുത്. ദൈവാത്മ പറയുന്നു, ഒന്നിനു വേണ്ടിയും വെയിറ്റ് ചെയ്യരുത്, ആർക്കും വേണ്ടിയും വെയിറ്റ് ചെയ്യരുത്. ദൈവം പകരാനുള്ളത് പകർന്നു കഴിഞ്ഞു. എഴുന്നേറ്റ് പ്രകാശിക്ക. യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി എത്ര പേർ ദൈവത്തെ സ്തുതിക്കും? ഹല്ലേലൂയ. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വായിച്ച വാക്യം, ഹല്ലേലൂയ. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ആമേൻ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറക്കുവാൻ. ദൈവാത്മ പറയുന്നു, ചിലരുടെ കണ്ണു തുറക്കാൻ ഈ ലോകത്തിന്റെ ദൈവം മനുഷ്യരുടെ മനസ്സ് കുരുടാക്കി കളഞ്ഞു. ദൈവം നമ്മെ വിളിച്ചതും ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം ചിലരുടെ കുരുട്ട് കണ്ണുകളെ തുറക്കാൻ വേണ്ടി തന്നെ.
ആമേൻ. ഈ രാത്രി പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ചിലരുടെ കണ്ണുകൾ തുറക്കപ്പെടുകയാണ്. രണ്ട് രീതിയിൽ ഞാൻ പറയും. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ പുറത്തെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നില്ലേ, ആ കാഴ്ച ദൈവം തിരികെ തരാൻ പോവുകയാണ്. മറ്റൊന്ന്, ദൈവത്തിന്റെ ആത്മ പറയുന്നു, ദൈവിക ശുശ്രൂഷയെ കുറിച്ചുള്ള, ആത്മീക ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നഷ്ടപ്പെട്ടവരുണ്ട്. അവരോട് ദൈവാത്മ പറയുന്നു, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ ദൈവം മടക്കി തരികയാണ്. നിങ്ങളുടെ ദർശനങ്ങളിലേക്ക് ദൈവം വിളിച്ചിറക്കാൻ പോവുകയാണ്. എത്ര പേർ ദൈവത്തെ സ്തുതിക്കും? ഒന്ന് കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാൽ. ഹല്ലേലൂയ. ഒരു ഭയങ്കര ദൈവസാന്നിധ്യം. കരമുയർത്തിയവരോട് ദൈവാത്മ പറയുക, നിങ്ങൾ എന്തോ പ്രാപിക്കാൻ വേണ്ടി നിങ്ങൾ കരമുയർത്തി കേട്ടോ. കരമുയർത്തുമ്പോഴേ നിങ്ങളുടെ കരത്തിലേക്ക് പകരുന്നൊരു ദൈവശക്തിയുണ്ട്. ചിലരുടെ കണ്ണുകളെ തുറക്കാനുള്ള അഭിഷേകം ആ കരങ്ങളിലേക്ക് ദൈവം കൈമാറുകയാണ്. എത്ര പേരെ കരമുയർത്തിയത് ദൈവാത്മ പറയുന്നത്? ആ കരങ്ങളിലേക്ക് ചിലരുടെ കണ്ണുകളെ തുറക്കാനുള്ള അഭിഷേകം. ചുടകഥന പിശാച് അടച്ച ചില കണ്ണുകളെ തുറക്കാനൊരു അധികാരം, തുറക്കാനൊരു അഭിഷേകം ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ കൈമാറുകയാണ് ദൈവം. ഉടമ ടി.എ. എബ്രഹാം ദൈവദാസനെ, കർത്താവിന്റെ ദാസനോട് പരിശുദ്ധാത്മ പറയുന്നു, ആമൻ പ്രായം ദൈവത്തിനൊരു വിഷയമേ അല്ല. ദൈവാത്മ പറയുന്നു, ആമൻ വീണിരിക്കുന്ന അഭിഷേകം ചിലരുടെ കണ്ണുകളെ തുറക്കാനുള്ള അഭിഷേകം, കണ്ണുകളെ തുറക്കാനുള്ള അഭിഷേകം. ഓ ചുടാമാന ഹസ്തുരി ചുടാ. ചിലർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഒരു ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ ആത്മ പറയുന്നു, ഒന്നും രണ്ടും പേർക്ക് കണ്ണിന്റെ കാഴ്ച കൊടുത്ത വ്യക്തി അല്ല, അനേകർക്ക് കാഴ്ച കൊടുത്ത ഒരു അഭിഷേകം കർത്താവിന്റെ ദാസന്റെ മേൽ കിടപ്പുണ്ട്. ദൈവാത്മ പറയുന്ന ഈ ദിവസങ്ങളിൽ അനേകരുടെ കണ്ണുകൾ തുറക്കപ്പെടും, കാഴ്ച പ്രാപിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പ്രഗസ്തൂരി ചുടാമന ഹസ്തുരി മൗഷസേന. ഈ ദിവസങ്ങൾ ദൈവാത്മ പറയുന്നു, കാഴ്ച പ്രാപിക്കുന്നതിന്റെ ഫലം എന്ന് വേണം. ദൈവാത്മ പറഞ്ഞു, ചിലർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ആ പ്രാർത്ഥനയുടെ പ്രതിഫലം എന്ന വണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയും, നിങ്ങളുടെ അടുക്കൽ ചില നന്മകൾ തേടിയെത്തും. പ്രൈസ് ദി ലോർഡ്. ഈ ദൂത് ദൈവാത്മ കൈമാറാൻ പറയുന്നു. ആമേൻ. കർത്താവിന്റെ ദാസനെ, നിങ്ങളെ തേടി ചിലർ വരാൻ പോവുകയാണ്. നിങ്ങളെ തേടി ചിലർ വരാൻ പോവുകയാണ്. എന്നോട് ദൈവാത്മ പറയുക, അബ്രഹാമിന്റെ കൂടാരത്തിന്റെ മുമ്പിൽ 3 ദൂതന്മാർ വന്നതുപോലെ ദൈവാത്മാവിനെ കാണിക്കുന്നു. നിങ്ങളെ തേടി ദൈവം അയച്ചിട്ട് ചിലർ നിങ്ങളുടെ വീടിനകത്ത് വരാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. വെറുതെ അല്ല വരുന്നത്, ഒരു വലിയ പ്രതിഫലവുമായി സ്വർഗത്തിലെ ദൈവം ചിലരെ അഭിഷേകത്തിന്റെ കൂടാരത്തിനകത്തേക്ക് കയറി വരുവാൻ ചിലരോട് ഇന്ന് രാത്രി കൽപ്പിക്കുന്ന രാത്രിയാണ്. ഇന്ന് രാത്രി ദൈവം ചിലരോട് കൽപ്പിക്കുന്ന രാത്രിയാണ്. വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞാട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടാൻ സമയമായി, കർത്താവിന്റെ പ്രവൃത്തിക്ക് സമയമായി. ഇതിനകത്ത് മീറ്റിംഗ് കയറിയ കർത്താവദാസൻ റോയി ടി.ജെ. ആമേൻ ദൈവദാസനും മീറ്റിങ്ങിനകത്തുണ്ട്. ഞാൻ അവരോട് കഴിഞ്ഞൊരു മീറ്റിംഗിൽ പറഞ്ഞൊരു ദൂത്, ആമേൻ, ആ ദൂത് കേട്ട് അവർ പിന്നെ എന്നെ വിളിച്ചു. പാസ്റ്റർ പറഞ്ഞതുപോലെ തന്നെയാണ് ആ ദൂത് വെളിപ്പെട്ടതെന്ന് എന്നോട് അറിയിക്കാനിടയായി മാറി. അതുകൊണ്ട് ആ മീറ്റിംഗിൽ അവർ ഏറ്റവും അനുഗ്രഹമായിരുന്നു, അവർക്ക് വിടുതലായി തീർന്നു. ഇന്ന് രാത്രി ഈ സൂം മീറ്റിങ്ങിനകത്തും അവർ പ്രവേശിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഒരു ദൂത് കൂടി പരിശുദ്ധാത്മ പറയാൻ പറയുന്നു കേട്ടോ. പച്ചവെള്ളം വീഞ്ഞായി മാറിയതുപോലെ നിറമില്ലാത്ത, ഗുണമില്ലാത്ത, ഒരു ശ്രേഷ്ഠതയും ഇല്ലാത്ത 3 കാര്യങ്ങൾ, 3 തലങ്ങൾ, 3 വ്യക്തികൾ ദൈവാത്മാവിനെ കാണിക്കുന്നു. 3 വ്യക്തികൾ ദൈവാത്മ പറയുന്നു, നിറമുള്ളതായി മാറും, ഗുണമുള്ളതായി മാറും, ശ്രേഷ്ഠതയുള്ളതായി മാറും. 3 തലത്തിൽ, 3 വ്യക്തികളിൽ 3 ദൈവപ്രവർത്തികൾ ഈ ദിവസങ്ങൾ ഉണ്ടാകുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് അറിയിക്കുന്നു. ദൈവത്തിന്റെ ഇടപെടൽ, ഞാനിങ്ങനെ പറയാനുണ്ട്, കർത്താവേ, ദൈവിക ഇടപെടലൊന്നും നമ്മുടെ ചിന്തയ്ക്കകത്ത് ഒതുങ്ങുന്നതല്ല. അതൊക്കെ ഭയങ്കര വിശാലതയാണ്. നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? ചെങ്കടലിനകത്തൊക്കെ 6000-അധികം പേര് നിരന്ന് നിന്നാൽ ആമേൻ വിശാലമായൊരു വഴി തുറക്കപ്പെടുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതാണോ? നോ, അല്ല. നമ്മളത് ചിന്തിക്കത്ത് പോലുമില്ല. ഏലിയാവ് ചൂരച്ചിട്ട് തണലിൽ കിടക്കുമ്പോൾ ഏലിയാവ് ചിന്തിച്ചതാണോ
എനിക്ക് ആഹാരം കൊണ്ടുതരുവാൻ വേണ്ടി ദൈവം ഒരു പക്ഷിയോട് കൽപ്പിക്കുമെന്ന് ദൈവം ചിന്തിച്ചു. ഒരു പക്ഷിയോട്, അതും അവൻ ആരും ഇഷ്ടപ്പെടാത്ത ഒരു കാക്കയോട് കൽപ്പിക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞ ഏലിയാവേ, നീ ചിന്തിക്കുന്നതൊന്നും അല്ല, ചിന്തയ്ക്കൊക്കെ അതീതമായി ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ പോകുന്നു. രാത്രി ആ ഫാമിലിയോട് പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ കഴിയുന്നവന് സ്തോത്രം അർപ്പിക്കുകയാണ്. ഇന്ന് രാത്രി നിങ്ങൾ ചിന്തിച്ചതിനേക്കാൾ, നിങ്ങൾ ചോദിച്ചതിനേക്കാൾ അത്യന്തം പരമായി ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ വീടിനകത്ത്, നിങ്ങളുടെ കുടുംബത്തിനകത്ത്, നിങ്ങളുടെ തലമുറകളുടെ മേൽ, നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ പോകുന്നു. കരങ്ങളെ തട്ടി എന്റെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഓ റബലവ ശഹസ്തൂരി ചുടമന ഘടകതിരി ഘടകധാര ഘടകസ്ഫൂരമന ശബ്ദരാതല ഘടക. ഞാനിങ്ങനെ എന്റെ ടൈം വളരെ കുറവാണ്. ഞാനിങ്ങനെ പ്രസംഗിച്ചു പോയ അങ്ങ് പോകും. എന്തായാലും ജോൺസൺ പാസ്റ്റർ നിർത്താൻ പറയുമെന്ന് എനിക്കറിയാം. സ്തോത്രം, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ, ഞാൻ പ്രാർത്ഥിക്കുന്നു. ചില സമയം കൂടി എടുക്കത്തുള്ളൂ. ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവിൽ പറയട്ടെ. നമ്മളൊക്കെ ഒന്നുമല്ല എന്ന് ദൈവത്തിന് സമ്മതിക്കുക. ഒന്നുമല്ല, നമ്മളാരും ഒന്നുമല്ല. പ്രവചനം ഞാൻ ചോദിച്ചു വാങ്ങിച്ചതോ പൈസ കൊടുത്ത് വാങ്ങിച്ചതൊന്നും അല്ല. കൃപയാൽ ലഭിച്ചു. ദൈവത്തിന് എന്നോട് ശുശ്രൂഷയിൽ സ്നേഹം തോന്നി, എന്നിലൂടെ പ്രവാചക ശബ്ദം ഉണ്ടാകണമെന്ന് കർത്താവ് കൃപ ചെയ്തത് കൊണ്ട് എനിക്ക് പകർന്നു. നമ്മൾ ഓരോ ശുശ്രൂഷയും കൃപയാൽ നമുക്ക് തന്നതാണ്. ദൈവത്തിന്റെ കൃപയാണ്. ആരും അതിനകത്ത് നിഗളിക്കരുത്. ഞാൻ പറയുന്നു, നമ്മളോട് പരിശുദ്ധാത്മ ഒരു ദൂത് പറയുമ്പം ആ ദൂത് ഏറ്റെടുക്കുന്ന ഒരു മനോഭാവമുണ്ട്. ആ ദൈവം നോക്കും. ആ ദൂത് നിങ്ങൾ എങ്ങനെയാണ് ഏറ്റെടുക്കുന്നത്? ഇപ്പൊ ഞാൻ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ പ്രസംഗിക്കുന്ന വചനം ദൈവത്തിന്റെ വചനമാണ്. ആ വചനം റോയ് ബ്ലെസ്സിംഗ് പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ജോൺസൺ പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആ വചനത്തിന് നിങ്ങൾ കൊടുക്കുന്ന മനോഭാവം എന്താണെന്ന് ദൈവം നോക്കും. ദൈവം നോക്കുമ്പം നിങ്ങളുടെ ആർത്തിയോടെയാണ് ഇരിക്കുന്നത്. ഓ, എനിക്കത് വേണം. ചിലപ്പോൾ ഞാൻ വേറെ ആരുടെയെങ്കിലും പേര് പറഞ്ഞായിരിക്കാം ദൂത് പറയുന്നത്. പക്ഷെ ആ ദൂത് നിങ്ങൾ പറയാണ്, കർത്താവ് എനിക്കും ആ ദൂത് വേണം, അത് എന്റെയും കൂടെ അവകാശമാണെന്ന് നീ ഒരു വാക്ക് പറഞ്ഞാണ്ടല്ലോ, ആ ദൂതിന് മൾട്ടിപ്ലിക്കേഷൻ നടക്കും കേട്ടോ. അത് അടുത്തൊരാളിലേക്ക് ആ ദൂത് വ്യാപരിക്കപ്പെടും. ആ ദൂത് നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ ഇടയായിത്തീരും. എന്റെ രാത്രി ഒരു കാര്യം പറയട്ടെ. ചിലരൊക്കെ ദൂത് പറഞ്ഞാൽ, ചിലരുടെയൊക്കെ മനോഭാവം, ഇനി എത്ര ശക്തമായ ദൂത് പറഞ്ഞാലും കണ്ണും തുറന്ന് നോക്കിയിരിക്കും. ഒന്ന് കൈയടിക്കുകയോ ഒരു സ്തോത്രം പറയുകയോ ഒന്ന് ചിരിക്കത്തോലുമില്ല. ആ ദൂത് പറഞ്ഞ് ഒരു സന്തോഷം പോലും മുഖത്ത് വരത്തില്ല. ഞാൻ പറയും, ദൈവവചനം കേൾക്കുമ്പം സന്തോഷത്തോടെ കേട്ടാൽ ദൈവവചനം പ്രസംഗം കഴിയുമ്പം ആ സന്തോഷം നിങ്ങളുടെ വീടിനകത്ത് വ്യാപരിക്കും. നിങ്ങൾ മൂകതയിലും ഉറങ്ങിയും തൂങ്ങിയിരുന്നാണ് വചനം കേൾക്കുന്നതെങ്കിൽ പ്രസംഗം കഴിയുമ്പം നിങ്ങളുടെ വീടിനകത്തും അതേ മൂകതയുണ്ടാകും, അതേ ഉറക്കമുണ്ടാകും. പക്ഷെ ഏറ്റെടുക്കുന്നത് ആർത്തിയോടെ സന്തോഷത്തോടു കൂടിയാണെങ്കിൽ ആ സന്തോഷവും അതിന്റെ മഹത്വവും നിങ്ങളുടെ കൂടാരത്തിനകത്ത് വെളിപ്പെടും. എത്ര പേര് ആമേൻ പറയും? ഒന്ന് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഒരുപാട് വചനം അതിനകത്തൂടി പ്രസംഗിക്കാനുണ്ട്, എങ്കിലും ചില കാര്യങ്ങൾ ഞാൻ പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. 26-ാം അധ്യായം 18-ാമത്തെ വാക്യമാണല്ലോ നമ്മൾ വായിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ആമേൻ. കണ്ണു തുറക്കാൻ അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിക്കുവാനും. ഇരുട്ടിന്റെ അധികാരി ആരാണ്? സാത്താൻ. ഇരുട്ടിന്റെ അധികാരി സാത്താൻ, സൈറ്റാൻ അല്ലേ? ഇരുട്ടിന്റെ അധികാരി. He's having the authority in darkness. സാത്താന്റെ അധികാരം ഇരുട്ടിന്റെ കീഴിലാണ്. സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പൊ സാത്താന്റെ അധികാരത്തിൽ നിന്ന് വിടുവിക്കുവാൻ ഇന്ന് രാത്രി ഒരു ഡെലിവറൻസിനകത്ത് നടക്കുകയാണ്. പൈശാചിക അധികാരത്തിൽ നിന്നും ദൈവരാജ്യത്തിലേക്ക്, ഒന്നുകൂടി പറഞ്ഞാൽ അവന്റെ പുത്രനായ സ്നേഹസ്വരൂപനായ
ദൈവത്തിന്റെ പുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മെ ആക്കി മാറ്റുന്ന ഒരു അനുഭവം. എത്ര പേര് ആമേൻ പറയും? ആമേൻ പറഞ്ഞാട്ട് നിങ്ങൾ എല്ലാവരും ദൈവത്തെ സ്തുതിച്ചേ. കഴിഞ്ഞ ദിവസം എന്നോടൊരു സിസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, പ്രൈസ് പാസ്റ്ററെ, എന്റെ വീടിന്റെ മുമ്പിൽ വാതിലിൽ ആരോ എണ്ണ തേച്ച്, കൈ കൊണ്ട് എണ്ണ തേച്ചു. അതുപോലെ തന്നെ പുറകെയുള്ള കിച്ചന്റെ അടുത്ത വാതിലും എണ്ണ പൂശി കൈയുടെ പാട് കാണുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു, കൈയുടെ പാടുണ്ടെങ്കിൽ അവിടെ ഇരുന്നോട്ടെ, നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ? പേടിച്ചിട്ട് നമ്മളൊക്കെ നടന്നു പോകുമ്പം ശ്രദ്ധിച്ചിട്ടില്ലേ, ഭയങ്കര കൃപയുള്ളവരാ, ഭയങ്കര കൃപയുള്ളവരാ. പക്ഷെ ഏതെങ്കിലും ഒരു കല്ലിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ കാണുമ്പം, ഒരു പ്രതിമ കാണുമ്പോൾ ഉടനെ രക്തം ചെയ്യും, രക്തം ചെയ്യും, അതുവരെ പറയാത്ത രക്തം ചെയ്യും. അപ്പൊ വരും. ആ രക്തം ചെയ്യും എവിടെന്നാ വന്നേ? പേടിച്ചല്ലേ വന്നേ, ഭയപ്പെട്ടിട്ടല്ലേ വന്നേ. അല്ലാതെ നിങ്ങൾ വീട്ടിനകത്തൂടെ, ഞാൻ പറഞ്ഞു, നിങ്ങൾ സന്തോഷത്തോടെ ലുലു മാളിൽ പോകുമ്പോൾ നിങ്ങൾ രക്തം ചെയ്യാൻ പറയൂ? ലുലു മാളിൽ വഴി പോവുകയാണ്, സന്തോഷത്തോടെ പോവുകയാണ്, കടകളൊക്കെ കയറി തുണിയെല്ലാം പർച്ചേസ് ചെയ്ത് അത്രയും നേരം തുണിയൊക്കെ വാങ്ങിക്കൊണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ രക്തം ചെയ്യാൻ പറഞ്ഞോ? പറയില്ല, പറയില്ല. പക്ഷെ എവിടെ എത്തും? ഇതെല്ലാം വാങ്ങി ഇറങ്ങി നടന്നു വരുമ്പോ ഒരു കല്ലില് തുണി ചുരുട്ടി വെച്ചിരിക്കുന്ന കണ്ട ഉടനെ ബ്ലഡ് ഓഫ് ജീസസ്, ബ്ലഡ് ഓഫ് ജീസസ്, രക്തം ചെയ്യാം. എവിടെന്ന് വന്നത്? എവിടെന്നാ വന്നേ? പേടി, ഭയം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു, ഈ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു, നിന്റെ വീട്ടിന്റെ ഫ്രണ്ടില് ഒരു വാഴ ഇലയിൽ പൂവും കൊണ്ടുവച്ച് കുറച്ച് ഭസ്മവും ഒക്കെ ഇരിപ്പുണ്ട്. എന്ത് ചെയ്യണം പാസ്റ്ററെ? ഞാൻ പറഞ്ഞു, കാലുമടക്കി അടി, അതിനെ കാലുമടക്കി അടി. ചിലരൊക്കെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നെ. പ്രൈസ് ദി ലോർഡ്. കാലുമടക്കി അടി. പാമ്പുകളെയും തേളുകളെയും സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. അയ്യോ, നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അതോറിറ്റിയെ ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്. പരിജ്ഞാനമില്ലാത്തടത്ത് ജനം നശിച്ചു പോകുന്നു, മര്യാദ കെട്ട് നടക്കുന്നു. എന്തിനെ കുറിച്ചുള്ള പരിജ്ഞാനം? ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം, ദൈവ വചനത്തെ കുറിച്ചുള്ള പരിജ്ഞാനം, നിങ്ങൾ ആരാണെന്നതിനെ കുറിച്ചുള്ള പരിജ്ഞാനം. ഞാൻ പറഞ്ഞു, അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങളെ വീട്ടിലെ ഒന്ന് തൂത്തുവാരി ആ പായ എടുക്കുമ്പം പിശാച് ഓടും. കാരണം പായ എടുക്കുന്നത് സാത്താന് പേടിയാ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ പിശാച് ഇപ്പൊ ചെയ്തിരിക്കുന്ന അറിയാമോ? പായ എടുത്ത് ഇവര് ഇട്ട് വീട്ടിനകത്ത് ഇരുന്നിട്ട് കണ്ണടച്ചു പോലും പ്രാർത്ഥിക്കാൻ പേടിയാണ്. എല്ലാ ലൈറ്റും ഇട്ട് കണ്ണ് തുറന്നിരുന്നേ പ്രാർത്ഥിക്കൂ. കാരണം കണ്ണടയ്ക്കാൻ പോലും പേടി. ആ പ്രാർത്ഥന പോലും പിശാച് പേടിപ്പിച്ചു വെച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാൻ പറയും, നിന്റെ പ്രാർത്ഥനാ റൂമിനകത്ത് സാത്താന്റെ ഒരു ചലനം പോലും ഉണ്ടാകത്തില്ല. പ്രാർത്ഥിക്കുന്നവരെ പിശാചിന് പേടിയാണ്. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും സാത്താന്റെ അധികാരത്തിൽ നിന്നും കർത്താവ് നമ്മെ വിടുവിക്കുമെന്നല്ല, വിടുവിച്ച് കഴിഞ്ഞിരിക്കുന്നു, വിടുവിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് രാത്രി വിടുതൽ പ്രാപിച്ച ദൈവമക്കളെ ഒന്ന് കരങ്ങൾ ഉയർത്തി എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. കരം തട്ടി എന്റെ ദൈവത്തെ ആരാധിച്ചാട്ടെ. ഓ റാബാല ശംദരഗദന ഗടഗദന ഗടഗസ്യ ഹല്ലേലൂയ. നമ്മുടെ മേൽ ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാവിലെ ചർച്ചിൽ പ്രസംഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, നീ നുകത്തെ തകർക്കാൻ പോകണ്ട, നീ നുകത്തെ തകർക്കണ്ട. നീ പ്രാർത്ഥിക്കേണ്ട ഒറ്റ വാക്ക്, എന്റെ മേൽ അഭിഷേകം പകരണമേ. കാരണം അഭിഷേകമാണ് നുകത്തെ തകർക്കുന്നത്. അല്ല നീ ഇരുന്നുകൊണ്ട് തകരട്ടെ തകരട്ടെ എന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. നമ്മൾ പലരും ചെയ്യുന്നത്, ദൈവം ചെയ്യേണ്ട ഡ്യൂട്ടി നമ്മൾ അങ്ങോട്ട് ചെയ്യാൻ നോക്കും. അതുകൊണ്ടാണ് പരാജയപ്പെടുന്നത്. നമ്മൾ ചെയ്യേണ്ട, ദൈവമേ ആ അഭിഷേകം എന്റെ മേൽ പകരണമേ. ആ അഭിഷേകം പകർന്നാലുണ്ടല്ലോ ഏതു നുകവും തകരും. ആമേൻ. The yoke shall be destroyed because of anointing. അഭിഷേകം നിമിത്തം നുകം തകർന്നു പോകുന്നു. സ്തോത്രം. ഒന്ന് ശക്തിയോടെ ഇന്ന് രാത്രി ഇതിനകത്ത് ചിലരുടെ മേൽ എന്റെ കർത്താവ് അഭിഷേകം പകരണം. അഭിഷേകം ഒന്ന് കരം ഉയർത്തിപ്പിടിച്ച കർത്താവെ, ആ അനോയിന്റി എന്റെ മേൽ ഒന്ന് പകരണമേ. എത്ര പേർ പ്രാർത്ഥിക്കും? പ്രാർത്ഥിക്കുന്നവർ മാത്രം ഒന്ന് കരം ഉയർത്തിപ്പിടിച്ചു. കർത്താവിന്റെ ആത്മാവ് അങ്ങനെ തന്നെ പറയും, അഭിഷേകം പകരുക.
ആ കരങ്ങളിലേക്ക് ദൈവം അഭിഷേകം പകരുക. ഓ ശകദബ. ഇന്ന് രാത്രി ഈ അഭിഷേകം ഉണ്ടല്ലോ, നിങ്ങൾക്കെതിരെയുള്ള സകല മുഖങ്ങളും തകർന്നു മാറും. ഞാൻ പറഞ്ഞു, നീ ഒന്ന് കരം നീട്ടിയാ മതി മുഖം തകരാൻ. നീ ഒന്ന് കരം നീട്ടിയാ മതി. മോശേ നിന്റെ കയ്യിലിരിക്കുന്ന വടിയുണ്ടല്ലോ, അതൊന്ന് ആ ചെങ്കടന്റെ നേരെ നീട്ടിയാ മതി. നീ വഴി വെട്ടാൻ പോകണ്ട കേട്ടോ, നീ വഴി വെട്ടാൻ പോകണ്ട. നിന്റെ കയ്യിൽ തന്നിരിക്കുന്ന വടി ഒന്ന് നീട്ടിയാ മതി. അതിനകത്തുണ്ട് അധികാരം. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവസഭയുടെ മക്കൾ, പരിശുദ്ധാത്മാ നിങ്ങളുടെ കരം ഒന്ന് നീട്ടിയാ മതി. നിങ്ങളുടെ കരം ഒന്ന് നീട്ടിയാ മതി. ദൈവാത്മ പറയുന്നു, നീ കണ്ട സ്ഥലം, നിങ്ങൾ കണ്ട സ്ഥലം, നിങ്ങൾ കണ്ട വീട്, അത് വാങ്ങണമെന്ന് കരുതിയിട്ടും ഇതുവരെ നടക്കാതിരിക്കുമ്പോൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, ആ സ്ഥലത്തെ നോക്കി, ആ വീടിനെ നോക്കി ഒന്ന് കൈനീട്ട്, ഒന്ന് കരം നീട്ടി നോക്ക്. ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ കിടക്കുന്ന അധികാരം, ഇരുട്ടിന്റെ മണ്ഡലങ്ങളെ തകർത്തുകൊണ്ട്, ആ സാത്താന്റെ അധികാരങ്ങളെ തകർത്തുകൊണ്ട് അതിനകത്ത് വിടുതൽ കൈമാറാൻ പോവാ. വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചോ. ഇന്ന് രാത്രി കരങ്ങളുടെ മേൽ അധികാരം വെളിപ്പെടാൻ പോകുന്നു. അധികാരം വെളിപ്പെടാൻ പോകുന്നു. അധികാരം വെളിപ്പെടാൻ പോകുന്നു. ബിജു എബ്രഹാം, പരിശുദ്ധാത്മാവ് കൈമാറുന്ന അഭിഷിക്തനെ. ആമേൻ, 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 ആമേൻ. വിശുദ്ധ വിളി കൊണ്ട് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു. വിശുദ്ധ വിളി കൊണ്ട് ദൈവാത്മ പറയുന്നു, ഒരുപാട് കാര്യങ്ങൾ നടക്കാതെ പോയി, ഒരുപാട് കാര്യങ്ങൾക്ക് പ്രവൃത്തി കാണാൻ കഴിയാതെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിനെ പോലും മാറ്റിക്കൊണ്ടിരിക്കുന്ന സാത്താന്യ വ്യാപാരങ്ങൾ ദൈവാത്മ പറയുന്ന ചില നുഖങ്ങൾ നിങ്ങളെ മൈൻഡിനെ മാറ്റിക്കളയാൻ വേണ്ടി, നിങ്ങളുടെ ശുശ്രൂഷ, ആത്മീയ ജീവിതത്തിനെതിരെ മാറി മാറി എഴുതിവിടുന്ന ചില അമ്പുകൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിനെ ശാസിക്കാൻ പോവാ. ഭയങ്കര അതോറിറ്റി നിങ്ങളുടെ മേൽ വെളിപ്പെടുകയാണ്. ഇരുട്ടിന്റെ അധികാരം പൊളിയുന്നു. ഇരുട്ടിന്റെ അധികാരം പൊളിയുന്നു. ഒരു ഉറവ തുറന്നു വരുന്നത് പോലെ ദൈവാത്മാവിനെ കാണിക്കുന്നു. ആ ഉറവയെ സാത്താൻ അടച്ചിട്ടിരിക്കുക. അത് ശ്രേഷ്ഠമേറിയതാണ്. അനേകർക്ക് കുടിക്കുവാനുള്ളത് അതിനകത്തുണ്ട്. അനേകർക്ക് പകർന്നു കൊടുക്കാനുള്ളത് അതിനകത്തുണ്ട്. സാത്താൻ ഒരു സ്ലാബ് എടുത്തിട്ട് അടച്ചിട്ടിരിക്കുന്നത് പോലെ അടച്ചിട്ടിരിക്കുക. സാത്താൻ അടച്ചിട്ടിട്ട് അവിടെ ചിലരെ കാവൽ നിർത്തിയിരിക്കുക. ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, കാവൽ നിൽക്കുന്ന സാത്താൻ ഓടും. കാവൽ നിൽക്കുന്ന സാത്താൻ ഓടും. 3-ാം ദിവസം യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ കാവൽ നിർത്തിയവരാരെയും കണ്ടില്ല കേട്ടോ. ഉടകമന ഘടകസ്യ. ദൈവാത്മ പറയുന്നു, ഇത് നിങ്ങളുടെ ഉയർപ്പിന്റെ ദിവസമാണ്. ഇത് നിങ്ങളുടെ ഉയർപ്പിന്റെ ദിവസമാണ്. ചില വിഷയങ്ങളുടെ മേൽ നിങ്ങൾ കിടന്ന് ബുദ്ധിമുട്ടി അയ്യോ പറ്റുന്നില്ലെന്ന് പറയുന്ന വിഷയത്തിന്മേൽ ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, ഇത് നിങ്ങളുടെ ഉയർപ്പിന്റെ ദിവസമാണ്. ഇത് ഉയർപ്പിന്റെ ദിവസമാണ്. ഉയർപ്പിന്റെ ശക്തി നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദിവസമാണ്. ഉടക മന ശഹസ്തൂരി ചുടവന ഘടകതല ഘടകസ്യ. ഉറക്കെ ആമേൻ പറഞ്ഞ ദൈവത്തെ സ്തുതിച്ച കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഓ റബബ ശന്തരഗതന യേശുവിന്റെ നാമത്തിൽ രക്തം വചനം ജയമെടുക്കും. ആമേൻ. ഇരുട്ട് സാത്താന്റെ അധികാരത്തിൽ നിന്നുള്ള വിടുതൽ. പ്രൈസ് ദി ലോർഡ്. അതല്ലേ നമ്മൾ വായിച്ചേ, സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിക്കുവാനും ഞാനിപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു. ആ വാക്ക് ശ്രദ്ധിക്കണമേ. അയക്കുന്നു, അയക്കുന്നു. ഞാൻ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു. ദൈവാത്മ പറയുന്നു, ചിലരെ ദൈവം അയക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ പറഞ്ഞാട്ടെ. നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന ദേശത്ത് നിന്ന് ദൈവം നിങ്ങളെ മറ്റൊരു സ്ഥലത്തേക്ക് അയക്കാൻ പോവുകയാണ്. ആമേൻ. അയക്കാൻ എന്തിനെന്നറിയാമോ? എന്തിനാ അയക്കുന്നറിയാമോ? സാത്താന്റെ അധികാരത്തിൽ കിടക്കുന്നവരെ പിടിച്ചെടുക്കുവാൻ. ഇരുട്ടിന്റെ അധികാരത്തിൽ കിടക്കുന്നവരെ പിടിച്ചെടുക്കുവാൻ. കണ്ണു കുരുടായി കിടക്കുന്നവരുടെ കണ്ണുകളെ തുറക്കുവാൻ.
ആത്മ പറയുന്നു, യാത്രകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം ദൈവാത്മ പറയും. യാത്രകൾക്ക് ഒറ്റയ്ക്കല്ല കേട്ടോ, ഫാമിലി ആയിട്ട്. അഭിഷിക്തനെ ദൈവാത്മ പറയുന്നു, ദൈവം നിങ്ങൾ അയക്കാൻ പോവാ, യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കോളാൻ പറയും. ആമേൻ. ജോൺസൺ പാസ്റ്ററോട് പരിശുദ്ധാത്മ പറഞ്ഞു, ഫാമിലി ആയിട്ടൊരു ട്രിപ്പ്. എന്തിനെന്നറിയാമോ? ഇന്ന് ഇത്രയും ദിവസം പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഒരു വലിയ വിടുതൽ ദൈവാത്മ പറഞ്ഞ ഒരു വലിയ കൊയ്ത്തുണ്ടെന്ന് പറയുന്നത്. വലിയ കൊയ്ത്തുണ്ട്, ആത്മാക്കളുടെ കൊയ്ത്തും അതുപോലെ നന്മയുടെ കൊയ്ത്തും ദൈവാത്മാവിനെ കാണും. നന്മ വേണം, നന്മയുണ്ടെങ്കിലേ ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം കിടക്കുന്ന പ്ലാനുകളും പദ്ധതിയും ദർശനവും ഒക്കെ വലുതാണ്. ആ ദർശനം സ്ഥാപിക്കപ്പെടണമെങ്കിൽ നന്മയുണ്ടാകണം. ആ നന്മ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ആത്മാവ് പറയുന്നു, ഇതുവരെ ഓപ്പൺ ആകാത്തൊരു വഴി ഇതുവരെ പോയിട്ടില്ല. പലപ്പോഴും പോകാൻ താല്പര്യപ്പെട്ടു, പരാജയപ്പെട്ടു പോയി, പോകാൻ പറ്റിയില്ല. പക്ഷെ ആത്മാ പറയുന്നു, ആ വാതിൽ ദൈവം അങ്ങോട്ട് തുറക്കാൻ പോവാം. ആ വാതിൽ ഓപ്പൺ ചെയ്യുന്നു എന്റെ ദൈവം. ആ വാതിലിനെ ഓപ്പൺ ചെയ്യാൻ ഫാമിലി ആയിട്ട് എന്റെ കർത്താവ് അയക്കാൻ പോവാം. അതിനകത്ത് ദൈവം അയക്കുമ്പോൾ ഓർക്കണം, ശരിക്കും ഉപവസിച്ച് പ്രാർത്ഥിച്ചു വേണം കടന്നു പോവാൻ. കാരണം പോകുന്നത് സാധാരണ ഒരു ശുശ്രൂഷ ചെയ്യാനല്ല, ഇരുട്ടിന്റെ അധികാരത്തെ പൊളിച്ചുകൊണ്ട് അനേകരെ വിടിവിപ്പാൻ വേണ്ടിയിട്ട്, അനേകരുടെ കണ്ണുകളെ തുറക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കഴിഞ്ഞ പകൽ പ്രസംഗിക്കുന്ന പ്രാർത്ഥന സഭയിൽ ശുശ്രൂഷിക്കുന്ന സമയത്ത് ഒരു വെളിപ്പാടുകൾ. ആ വെളിപ്പാട് ഇങ്ങനെയാണ് ദൈവാത്മാവിനെ കാണിച്ചത്. ഒരു മന്ത്രവാദി ആമേൻ എന്നെ കാണിച്ചത്, ആമേൻ, അസ്ഥികൂടം, ഒരു മനുഷ്യന്റെ അസ്ഥികൂടം കൊണ്ടുവച്ചിട്ട് ആ മന്ത്രവാദി ചില വ്യക്തികളെ തകർക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ആ അസ്ഥികളിൽ കാല്, കൈ, വിരല് എല്ലാം ഉണ്ട്, തലയോട്ടി. അവൻ ഒരാളെ തലയ്ക്ക് കേടുവരുത്താൻ വേണ്ടിയിട്ട് ആ മന്ത്രവാദി ആ അസ്ഥിയുടെ അല്ലെങ്കിൽ ആ തലയോട്ടിയെ കെട്ടുകയാണ്. ആ ആളുടെ പേര് പറഞ്ഞ് കെട്ടുകയാണ്. എന്തിനെന്നറിയാമോ? ആ വ്യക്തിയുടെ തലയ്ക്ക് ദോഷം വരണം, അല്ലെങ്കിൽ തല തകരണം, തലയ്ക്ക് ഭ്രാന്ത് പിടിക്കണം എന്നും പറഞ്ഞ് കെട്ടുകയാണ്. ഒരാളുടെ കാലിന്റെ അസ്ഥിയെ ഒടിക്കണം, കാലിൽ കെട്ടുകയാണ്. ആ മന്ത്രവാദി കാലിൽ കെട്ടുന്നു. കെട്ടിയിട്ട് മന്ത്രവാദം പറയാണ്, ആ വ്യക്തിയുടെ കാല് തകരണം. അങ്ങനെ ഓരോ അവയവങ്ങളിലും ആമേൻ പിശാച് കെട്ടാൻ വേണ്ടി ആ അസ്ഥികൂടത്തിന്മേൽ മന്ത്രവാദം ചെയ്ത് കെട്ടുകയാണ്. ഇന്ന് രാത്രി ഞാൻ ഇപ്പോൾ ഈ പ്രസംഗിക്കുന്ന സമയത്ത് ദൈവാത്മാവ് ഉണർത്തിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, നോർത്ത് ഇന്ത്യൻ മിനിസ്റ്റർ ചെയ്യുന്നവർക്ക് അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. പ്രൈസ് ദി ലോർഡ്. ആ നോർത്ത് ഇന്ത്യൻ മിനിസ്റ്റർ എനിക്കറിയാം. ആമേൻ ചില മലകളിലൊക്കെ ഇന്നും എവിടെയെന്ന് ഞാൻ പറയുന്നില്ല, ചില മലകളിൽ സന്യാസിമാർ വസ്ത്രം പോലും ധരിക്കാതെ മണിക്കൂറുകൾ ഈ നമ്മുടെ സഭകളിൽ ദൈവദാസന്മാർ തകർക്കപ്പെടണം, കൊല്ലപ്പെടണം, രോഗികളായി മാറണം എന്ന് പറഞ്ഞ് എത്രയോ മണിക്കൂറുകൾ എന്നറിയാമോ മന്ത്രവാദികൾ മാറി ഇരുന്ന് മന്ത്രം ചെയ്തുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഉപവസിക്കുന്ന ദൈവസഭയുടെ മക്കളെ തിരിച്ചറിയണം, ദൈവദാസന്മാർക്കായാലും ദൈവമക്കൾക്കായാലും നമ്മുടെ തലമുറകൾക്കായാലും ഒരു ദോഷവും വരരുത്. അതിനെയൊക്കെ തച്ചുടയ്ക്കാൻ കഴിയുന്ന അധികാരത്തിന്റെ ശുശ്രൂഷ ദൈവസഭയുടെ മക്കൾ പ്രാപിച്ചെടുക്കട്ടെ. ദൈവശക്തിനകത്ത് വ്യാപരിക്കട്ടെ. ആമേൻ. എനിക്കറിയാം, ഞാൻ നോർത്ത് ഇന്ത്യയിലാണ് പഠിച്ചതൊക്കെ. ആമേൻ. ഹരിയാനയിലാണ് ഞാൻ എൻ്റെ ബൈബിൾ ക്ലാസ് പഠിച്ചത്. ഞാൻ പഠിച്ചതും സുവിശേഷ ആരംഭിച്ചതെല്ലാം നോർത്ത് ഇന്ത്യയിലാണ്. ജമ്മുവിലും പഞ്ചാബിലും കാശ്മീരിലും ഡൽഹിയിലും ഒക്കെ സുവിശേഷ വേല ചെയ്യുവാൻ കർത്താവ് എന്നെ ബലപ്പെടുത്തിയിട്ടുണ്ട്. ആമേൻ. ഒരുപാട് അന്നൊക്കെ 97 കാലഘട്ടത്തിൽ
ആ സമയത്തൊക്കെ പട്ടിണിയായിരുന്നു. പച്ചവെള്ളം കുടിച്ചുകൊണ്ട് ട്രാക്ട് കൊടുക്കാൻ നടന്നത്, പച്ചവെള്ളം കുടിച്ചുകൊണ്ട്. ഓരോ വീടുകളിൽ ചെല്ലുമ്പം ആട്ടി ഓടിക്കാറുണ്ട്. അവിടെ തുണി നനയ്ക്കാൻ വേണ്ടി നമ്മളെയൊക്കെ നിലംതല്ലി പോലൊരു സാധനമുണ്ട്, അതടിച്ച് അവർ തുണി അലക്കുന്നു, അതുകൊണ്ട് അടിക്കാൻ ഓടിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. കഷ്ടത, പട്ടിണി. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് ഒരു വിശ്വാസിയുടെ വീട്ടിൽ 40 കിലോമീറ്ററോളം സൈക്കിൾ ചവിട്ടിയാണ് ആ വിശ്വാസിയുടെ വീട്ടിൽ പോകുന്നത്. എന്തിനെന്നറിയാമോ? രാത്രി 2 ചപ്പാത്തി കഴിക്കാൻ. അവിടെ പോയി ചപ്പാത്തി കഴിച്ച് ആ രാത്രി അവിടെ തങ്ങിയിട്ട് രാവിലെ അവിടെ നിന്ന് കാപ്പി കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങും സൈക്കിളും കൊണ്ട് ട്രാക്ട് കൊടുത്ത്. അങ്ങനെ സുവിശേഷ വേല ജമ്മുവിലും പഞ്ചാബിലും ഡൽഹിയിലും ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. ഏറിയ സമയം പഞ്ചാബിലും ജമ്മുവിലുമായിരുന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഇന്നലെ സുവിശേഷ വേലയ്ക്കകത്ത് ഇറങ്ങിയതല്ല, ഇന്നലെ വാഹനം കിട്ടിയതല്ല. ഞാൻ ഈ 2 വർഷത്തിന് മുമ്പ്, ഈ കോവിഡ് ഒക്കെ വരുന്നതിന് മുമ്പ് എന്നെ ഒരു 10 ദിവസത്തേക്ക് ജമ്മു കാശ്മീരിൽ മീറ്റിങ്ങിന് വിളിച്ചു. ജമ്മു കാശ്മീരിലേക്ക് ഒരു 10 ദിവസത്തെ മീറ്റിങ്ങിന് വേണ്ടി എന്നെ വിളിച്ചു. ഞാൻ പറയട്ടെ, എനിക്ക് ഭയങ്കര സന്തോഷമായി. ഭയങ്കര തണുപ്പുള്ള സമയമായിരുന്നു, ഭയങ്കര തണുപ്പുള്ള സമയം. ഞാൻ ജമ്മുവിൽ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ഇറങ്ങുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര തണുപ്പായിരുന്നു. ഇവിടെ നിന്ന് പെട്ടെന്ന് ക്ലൈമറ്റ് മാറി അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് അങ്ങനെയുള്ള സെറ്ററോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. ചെറിയൊരു സെറ്റർ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തണുപ്പം, അങ്ങോട്ട് കാണാൻ പറ്റാത്ത മൂടൽ, മഞ്ഞ് വീണുകൊണ്ടിരിക്കുക. രാവിലെ 3 മണിക്ക് ഞാൻ അവിടെ ചെന്ന് ഇറങ്ങുന്നത്. പ്രൈസ് ദി ലോർഡ്. ഭയങ്കര തണുപ്പാണ്. ഞാൻ കണ്ടപ്പോൾ ദൈവദാസന്മാർ എന്നെ കൊണ്ടുപോകാൻ വേണ്ടി നല്ലൊരു കാറിൽ വന്ന് കിടക്കുക ദൈവദാസന്മാർ. എനിക്ക് കണ്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നി. എന്തെന്നറിയാമോ? ഒരു കാലത്തൊരു സൈക്കിൾ പോലും ഇല്ലാതെ ആ ദൈവദാസന്മാർ കഷ്ടപ്പെട്ട് കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അവരുടെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു. എനിക്ക് അതുകൊണ്ട് എനിക്കറിയാം, ഒരു സൈക്കിൾ പോലും ഇല്ലാതെ ഞങ്ങൾ ഭാരപ്പെട്ടു. പക്ഷെ ഞാൻ ചെന്നപ്പോ ടാറ്റാ സുമയുടെ കാറുമായി അഭിഷിക്തന്മാർ എന്നെ വെയിറ്റ് ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അവർ എന്നെ അവരുടെ വീടുകളിൽ കൊണ്ടുപോയപ്പോൾ എനിക്ക് അതിനും വലിയ സന്തോഷം. മനോഹരമായ വീടുകൾ. ഞങ്ങൾ അന്ന് കിടന്ന് ഉറങ്ങിയത്, ഞാനും ഒരു ദൈവദാസനും കുടുംബമായിട്ട് ഉറങ്ങിയത് ഒരു മുറിക്കകത്ത് ഒറ്റ കട്ടിലാണ് ഞാനും ആ പാസ്റ്ററും അദ്ദേഹത്തിന്റെ വൈഫും. പ്രൈസ് മനസ്സിലാവുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ വൈഫും പാസ്റ്ററും ഞാനും ഉറങ്ങുന്നത് ഒരു കട്ടിലിൽ, 2 കട്ടിലില്ല. തറയെ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല, അതുപോലത്തെ തണുപ്പാണ്. രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. രാത്രി അടിയിലെല്ലാം തീക്കനൽ വാരിയിട്ടിട്ട് രജായി പുതച്ചാണ് ഞങ്ങൾ കിടന്ന് ഉറങ്ങുന്നത്. എന്നിട്ടും ഭയങ്കര തണുപ്പാണ്. ആ ഒരു കട്ടിലിനകത്ത് ആ ദൈവദാസനും ദൈവദാസിയും ഞാനും കിടന്ന് ഉറങ്ങിയപ്പം എനിക്ക് ഭയങ്കര വിഷമം തോന്നി. കാരണം ആ കുടുംബത്തോടൊപ്പം ഞാൻ കിടക്കുന്ന എനിക്ക് അതൃപ്തി തോന്നി. അങ്ങനെ ഞാൻ പോയി എൻ്റെ ചർച്ചില് അവിടുത്തെ ഒരു വിശ്വാസിയുടെ വീട്ടിൽ പോയി പറഞ്ഞ്, സഹോദര, ഞാൻ രാത്രി ഇവിടെ ഒന്ന് കിടന്ന് ഉറങ്ങിക്കോട്ടെ, കാരണം അവിടെ കിടക്കാൻ എനിക്ക് പറ്റത്തില്ല. ദൈവദാസനും ദൈവദാസിയും കിടക്കുന്നതിനടുത്ത് ഞാൻ എങ്ങനെ കിടക്കുന്നേ? അങ്ങനെ ആ വിശ്വാസിയോട് പറഞ്ഞപ്പോ വിശ്വാസി പറഞ്ഞു, പാസ്റ്റേ, എന്നും രാത്രി ഇങ്ങ് വന്നേരെ, ഇവിടെ പാസ്റ്ററോട് ഞങ്ങൾ ഒരു കട്ടിൽ ഒതുക്കിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ എന്നും സന്ധ്യയാകുമ്പോൾ ഞാൻ ആ വീട്ടിൽ അവിടെ പോയി കിടന്ന് ഉറങ്ങാറുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയുന്ന സുവിശേഷ വേലയ്ക്കകത്ത് ഒരുപാട് കഷ്ടതകളുണ്ട്, പട്ടിണിയുണ്ട്. എനിക്കറിയാം, നിങ്ങളൊക്കെ അത് അനുഭവിച്ചതാ. ഇന്നും അനുഭവിക്കുന്നവരുണ്ട് കേട്ടോ. ഇന്നും മീറ്റിംഗ് ഉണ്ട്, ഡേറ്റ് ഉണ്ട്, സ്റ്റേജ് ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിലും കഷ്ടത ഇന്നും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നും നമുക്ക് സമ്പത്തൊന്നുമില്ല കേട്ടോ, ഇന്നും കഷ്ടതയുണ്ട്. പക്ഷെ ആ കഷ്ടത വരുമ്പോൾ സന്തോഷമുണ്ട്. കാരണം കഷ്ടതയിലും നമ്മുടെ കർത്താവിനെ ഉയർത്താൻ കഴിയുന്നല്ലോ. കഷ്ടതയുടെ നടുവിലും ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നല്ലോ. കഷ്ടതയുടെ നടുവിലും കർത്താവിന് വേണ്ടി നിൽക്കാൻ പറ്റുന്നല്ലോ. അത് തന്നെയല്ലേ ഭാഗ്യം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞാനും എൻ്റെ 3 കുഞ്ഞുങ്ങളും കർത്താവിന്റെ വേലയിൽ, സുവിശേഷ വേലയിൽ ദൈവദാസിയോടൊപ്പം നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് സഹായം ആരുമില്ല, കർത്താവ് മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഒരു കാര്യം ഉറപ്പുണ്ട്, എല്ലാം തന്നു നടത്തുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവം ഞങ്ങളുടെ കൂടെയുണ്ടെന്നൊരു ഉറപ്പുള്ളത് കൊണ്ടാണ് ഇന്ന് രാത്രി സുവിശേഷ വേലയിൽ നിൽക്കുന്നത്. സ്തോത്രം. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു സ്നേഹസ്വരൂപനായ. രാത്രി ഒരു കാര്യം മനസ്സിലാക്കണമേ, ഞാൻ നിങ്ങൾ നിൽക്കുന്നത് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിനകത്താണ്. പുത്രന്റെ രാജ്യത്തിനകത്ത് പിശാചില്ല, യേശു മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ വീടിനകത്ത് പ്രാർത്ഥിക്കുന്ന വീടാണോ? അവിടെ സാത്താനില്ല, അവിടെ ദൈവാത്മാവ് മാത്രമാണുള്ളത്. നിങ്ങളുടെ കുടുംബം പ്രാർത്ഥിക്കുന്ന കുടുംബമാണോ? അവിടെ പിശാചില്ല. അങ്ങനെ ഒരു ചിന്തയെ വേണ്ട, അവന് വരാൻ പറ്റത്തില്ല. നിങ്ങൾ ഇടം കൊടുക്കുമ്പോഴാണ് അവൻ കയറി വരുന്നത്. നിങ്ങൾ പറയരുത്, സാത്താനെ എന്റെ വീട്ടിൽ കയറരുതെന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം സാത്താൻ വരില്ല,
പ്രാർത്ഥിക്കുന്ന വീടാണോ? വായിട്ട് പ്രാർത്ഥിക്കുന്ന വീടാണോ? കരമുയർത്തി പ്രാർത്ഥിക്കുന്ന വീടാണോ? കരമടിച്ച് പാടി ദൈവത്തെ ആരാധിക്കുന്ന വീടാണോ? അവിടെയുള്ളത് പരിശുദ്ധാത്മാവാണ്. നിങ്ങളുടെ വീട്ടിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ്. ഞാനും നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിനകത്താണ്. അവിടെ ഇരുട്ടില്ല, അവിടെ ഇരുട്ടില്ല. വെളിച്ചമുള്ളിടത്ത് ഇരുട്ടില്ല. നിങ്ങളുടെ വീട്ടിൽ വെളിച്ചമുണ്ടോ? വെളിച്ചത്തിന്റെ നാഥനുണ്ടോ? തേജോമനായ ദൈവമുണ്ടോ? ആ വീടിനകത്ത് ഇരുട്ടില്ല, ദൈവം മാത്രമാണുള്ളത്. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ടെ. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. വചനത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും അതിലേക്കൊന്നും പോകാൻ നമുക്ക് സമയമില്ല. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ടെ. നമ്മെ വിടുവിച്ച ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിച്ചേ. എല്ലാവരും ഒരു വാക്ക് പ്രാർത്ഥിച്ചേ. ആമേൻ. നിന്നെ കരുതുന്ന ഒരു ദൈവമാണ്. നിനക്കായി കരുതി വെച്ചിരിക്കുന്ന കരുതലുകൾ. ഏലിയാമ, കർത്താനുദാസിയെ, ഏലിയാമ, ഫിലിപ്പ്, ദൈവദാസിയെ, പരിശുദ്ധാത്മ പറയുന്നു. ഫിലിപ്പോസിനെ ആത്മാവ് എടുത്തുകൊണ്ടുപോയി. ഫിലിപ്പോസിനെ ആത്മാവ് എടുത്തുകൊണ്ടുപോയി. ശുശ്രൂഷയിൽ ആത്മാവ് എടുത്തുകൊണ്ട് പോവുക. ഇതുവരെ ട്രെയിൻ കയറിയാണ് പോയതെങ്കിൽ, ഇതുവരെ ബസ്സിൽ കയറിയാണ് പോയതെങ്കിൽ, ഇതുവരെ കാറിൽ കയറിയാണ് പോയതെങ്കിൽ, ശുശ്രൂഷയിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, പറന്നു പോകുന്നൊരു അനുഭവം, എടുത്തുകൊണ്ട് പോകുന്നൊരു അനുഭവം. ചുടമന ഘടകസ്യ. ഇന്ന സ്ഥലത്ത് എത്തണമെന്നോ ദൈവത്തിന്റെ പദ്ധതിയാണ്. ആ സ്ഥലത്തേക്ക് വേഗത്തിൽ എത്തുവാൻ പരിശുദ്ധാത്മാ ചില വഴികൾ തുറന്നു വെച്ചിട്ടുണ്ട്. ആ വഴികളിലൂടെ യാത്ര ചെയ്ത് അവിടെ ദൈവം എത്തിക്കും കേട്ടോ. വഴിയിൽ പട്ടുപോകാൻ എന്റെ കർത്താവ് അനുവദിക്കത്തില്ല. കഴുത്തിലെ ബന്ധനങ്ങളെ, ഈ കഴുത്തിൽ ശാരീരികമായ ചില അസ്വസ്ഥതകൾ, ശാരീരികമായി വരുന്ന ചില അസ്വസ്ഥതകൾ, അതെല്ലാം കർത്താവ് പൂർണ്ണ സൗഖ്യം തരികയാണ്. വിടുതൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മ വെളിപ്പെടും. ശരീരത്തെ അസ്വസ്ഥതപ്പെടുത്തുന്ന അസ്വസ്ഥത ദൈവത്തിന്റെ ആത്മാവ് അഴിച്ചു മാറ്റുകയാണ്, അഴിച്ചു മാറ്റുകയാണ്. ഉടമന ഹസ്തൂരി ദീപ്തി, ദീപ്തി കർത്താനുദാസിയെ പരിശുദ്ധാത്മ പറയുന്നു. ആമേൻ. ഒരു ഭരണി എണ്ണയേ ഉള്ളൂ, ഒരു ഭരണി എണ്ണയേ ഉള്ളൂ. പറഞ്ഞെന്തറിയോ? നീ പോയി വെറും പാത്രങ്ങൾ വാങ്ങണം, കടം വാങ്ങണം. എന്നിട്ട് നീയും നിന്റെ മക്കളും കൂടെ വാതിലടയ്ക്കണം. ആ ഇരിക്കുന്ന ഭരണിയിലെ എണ്ണ ഓരോ പാത്രങ്ങളിലേക്കും പകരണം. എണ്ണ വിറ്റ് നിന്റെ കടം തീർക്കണം. എണ്ണ വിറ്റ് നിന്റെ കടം തീർക്കണം. രാത്രി പരിശുദ്ധാത്മ പറയുന്നു, അഭിഷേകം നിന്റെ കടം തീർക്കും. അഭിഷേകം നിന്റെ ദാരിദ്ര്യത്തെ തീർക്കും. അഭിഷേകം നിന്റെ കടം തീർക്കും. അഭിഷേകം നിന്റെ ദാരിദ്ര്യത്തെ തീർക്കും. അഭിഷേകം നിനക്ക് സമ്പത്ത് തരും. അഭിഷേകം നിന്റെ വീട്ടിലെ സകല ശൂന്യതകളെയും മാറ്റും. രാത്രി ദൈവാത്മ പറയുന്നു, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് പോലെ ആ വീട് മുഴുവനും അഭിഷേകത്താൽ നിറയപ്പെടാൻ പോവുകയാണ്. ചിലരുടെ മേൽ ദൈവാത്മ കൈമാറാൻ പോവുകയാണ് അഭിഷേകത്തെ. ആ വീട് നിറയും കേട്ടോ. ദൈവാത്മ പറയുന്നു, നിങ്ങളുടെ വീട് നിറയാൻ പോകുക അഭിഷേകം. വീട് നിറയ്ക്കുന്നൊരു അനുഭവം. വീട്ടിന്റെ ശൂന്യതകളെ ദൈവം മാറ്റും. സേവ്യർ ഫെർണാണ്ടോ, സേവ്യർ ഫെർണാണ്ടോ, പരിശുദ്ധാത്മ ഒരു ദൂത് പറയുന്നു. കർത്താനുദാസനെ സേവ്യർ ഫെർണാണ്ടോ, ദൈവത്തിന്റെ ആത്മാവ് ശ്രദ്ധിച്ചിരുന്നാട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ദൂത് കൈമാറുകയാണ്. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി വെട്ടിയെടുത്ത പാറയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. ദൈവാത്മ പറയുന്നു, ദൈവം നിങ്ങളെ വെട്ടിയെടുത്തതാ, വെട്ടിയെടുത്തതാ. പിശാച് നിങ്ങളെ വെട്ടിക്കളയാൻ പദ്ധതിയിട്ടപ്പോൾ നിൽക്കട്ടെ, നിൽക്കട്ടെ എന്ന് പറഞ്ഞ് ഇന്ന് വരെ ദൈവമാണ് നിങ്ങളെ നിർത്തിയിരിക്കുന്നത്. ദൈവം നിർത്തിയിരിക്കുന്ന വെറുതെ അല്ല കേട്ടോ. ദൈവത്തിന് നിങ്ങളെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. നിങ്ങൾ ഫലം കായ്ക്കണം, ഫലം കായ്ക്കണം, ഫലം കായ്ക്കണം. വെറുതെ നിൽക്കാനല്ല, വെറുതെ നിൽക്കാനല്ല. ദൈവാത്മ പറയുന്നു, നിങ്ങൾ ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കണം. ഈ ദിവസങ്ങളിൽ ആത്മാവിന്റെ ഫലങ്ങൾ
നിങ്ങളിലൂടെ വെളിപ്പെട്ട് വരട്ടെ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മ പറയുന്നു ഫലമുണ്ടാകും. വെട്ടിക്കളയാൻ പറഞ്ഞത് കേട്ടോ സാത്താൻ. എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ ഭൂമിയിൽ നിന്ന് തന്നെ മാറ്റിക്കളയാൻ പിശാച് വെല്ലുവിളിച്ചതാണ്. എന്നാൽ ഇന്ന് രാത്രിയിൽ നിങ്ങൾ ജീവനോടെ ഇരിക്കുന്നത് ദൈവം നിർത്തിയിരിക്കുന്നതിന്റെ കാരണം നിങ്ങളിൽ നിന്നും നിങ്ങളിലൂടെ ചില ഫലങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് കരമുയർത്തി ശക്തിയോടെ എന്റെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഉടകാ ധൂരാ ചുടാമന രഗതൂരി മൗഷസേന ധരഗണഗസ്യാന. ദൈവാത്മാവ് ദൂതറിയിക്കുന്നു. ആമേൻ. ആകാശ മേഘങ്ങളെ കീറി മുറിച്ചുകൊണ്ട് ദൈവ സാന്നിധ്യം നിന്റെ കൂടാരത്തിനകത്തേക്ക് ഇറങ്ങി വരിക. സിറ്റി ഹാർവസ്റ്റ് ഫെലോഷിപ്പ് എന്ന് എഴുതിയിരിക്കുന്ന പേര് ഒരു മോളെ കാണിക്കും. ആ മോളോട് ദൈവാത്മ പറയുക. ആമേൻ. പാസ്റ്റർ മോളാണോ? അതെ. ഓക്കെ, താങ്ക് യു. ദൈവത്തിന്റെ ആത്മാവ് പറയും, മോളെ നിന്നെ കുറിച്ചുള്ള പദ്ധതി ശ്രേഷ്ഠമേറിയതാണ്, ശ്രേഷ്ഠമേറിയതാണ്. ഒരു ദൈവ പദ്ധതിക്ക് സമയമായി. ദൈവിക വാഗ്ദത്വം ഉണ്ടല്ലോ, ആ വാഗ്ദത്വം നിവർത്തീകരിക്കപ്പെടാൻ സമയമായി. ആ വാഗ്ദത്വത്തിലേക്ക് നീ കാൽച്ചുവട് വെക്കാൻ പോവാ, കാൽച്ചുവട് വെക്കാൻ പോവാ. ആ പാത നിന്റെ മുമ്പിൽ തുറക്കപ്പെടുകയാണ്, ആ വഴി തുറക്കപ്പെടുകയാണ്. ഫ്ലൈറ്റിൽ പോയിട്ടുണ്ടോ? ഫ്ലൈറ്റിൽ പോയിട്ടുണ്ടോ? പോയോ? എവിടെ പോയി? മുംബൈയിലോട്ട് വന്നു. വേറെ അങ്ങ് പോയില്ലല്ലോ, പോണ്ടേ? ദൈവാത്മ പറയുന്നു. ഇപ്പൊ എന്ത് ചെയ്യുന്നു? പഠിക്കുന്നത്? എന്തിനാ പഠിക്കുന്നത്? ഇന്റേൺഷിപ്പിലാണല്ലോ ഞാൻ. BDS കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മ പറയുന്നു പറക്കാൻ സമയമായി. അത് ഒരുപാട് ദൂത് കേട്ടിട്ടുണ്ട്, ഒരുപാട് ദൂത് കേട്ടിട്ടുണ്ട്. ആ ദൂതിനെ മുറുകെ പിടിച്ച് നിൽക്കുകയാണ്. നമ്മൾ ഈ പ്രവാചകന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ മഞ്ഞു പൊഴിയുന്ന രാജ്യത്ത് എന്നുള്ള ദൂത് പലപ്പോഴും കേട്ടൊരു ദൂതാണ്. ആത്മാ പറയുന്നു, ഞാൻ കേട്ടില്ല, മോള കേട്ടെ. ആ ദൂത് ദൈവത്തിന്റെ ആത്മാവ് അതിന്റെ ഒരു ഓപ്പണിങ് നടക്കാൻ പോകും. അതിന്റെ ഓപ്പണിങ് ദൈവം നിന്റെ കരത്തിൽ പിടിച്ചിട്ടുണ്ട്. ആ കൈ വിടത്തില്ല ഒരിക്കലും. ആ കരം പിടിച്ചുകൊണ്ട് ദൈവം നിന്നെ കൊണ്ടുപോകാൻ പോവാം. നിന്റെ വാക്തത്വത്തിലേക്ക് ദൈവം നിന്നെ ഉറപ്പിക്കാൻ പോവാം. വചനം നന്നായിട്ട് വായിച്ചോണ്ട് ദൈവാത്മാവ് നിന്നെ ശുശ്രൂഷയിൽ ശക്തമായി പ്രയോജനപ്പെടുത്തും. നിന്റെ നാവിന്റെ മേലൊരു അഭിഷേകമുണ്ട്. നീ കാണുന്ന വെളിപ്പാടുകൾ, പലപ്പോഴും കണ്ട വെളിപ്പാടുകൾ വരാൻ പോകുന്നതിനെ കുറിച്ചാണ്. അത് പലരോടും നീ അറിയിച്ചിട്ടുണ്ട്, അത് വന്നിട്ടുമുണ്ട്. ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്നെ എടുത്തുകൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ ആ വാഗ്ദത്തത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കാൻ പോവുകയാണ്. ദിവസങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ചോ, കോൾ വരും, കാര്യങ്ങൾ ഒരുക്കപ്പെടും, പരിശുദ്ധാത്മ നിന്നെ കൊണ്ടുപോകുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാ കണ്ണുകളും അടച്ചത്. താങ്ക് യു അബ്ബാ ഫാദർ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എനിക്ക് എല്ലാവരോടും ദൂത് പറയണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും ടൈം നമുക്ക് അവൈലബിൾ അല്ല. പ്രൈസ് ദി ലോർഡ്. റഹമാന ശബ്ദരഗതാന. കർത്താവേ, ഈ സഭയെ ഞാൻ ബ്ലസ് ചെയ്യുകയാണ്. കർത്താവ്, ഈ സഭയെ ഞാൻ ബ്ലസ് ചെയ്യുകയാണ്. ഈ സഭ അനുഗ്രഹിക്കപ്പെട്ട സഭയാകട്ടെ. കാരണം മുംബൈയിൽ കർത്താവ് പ്രതിസന്ധികളുടെ നടുവിലാണ് ഈ സഭ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പ്രതികൂലത്തിന്റെ നടുവിലാണ്. ആമേൻ. പലപ്പോഴും ഒരു തൂണ് പിടിച്ച് ആട്ടി ഇളക്കാൻ വേണ്ടി ആട്ടിയതാ. ഇടയ്ക്ക് ഇളക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് കുലിക്കുന്നത്. പക്ഷെ ആത്മാ പറയുന്നത് അത് അവൻ ആടിയെങ്കിലും കുറെ കൂടി ഉറയ്ക്കാനിടയായി മാറും. കുറെ കൂടെ സ്ട്രോങ് ആയത്. വളരെ ഇളക്കാൻ ശ്രമിച്ചു, പക്ഷെ ദൈവം അതിനെ കുറെ കൂടി സ്ട്രോങ് ആക്കി. റഹമാന ശബ്ദരഗതന. ഇന്ന് കുലുക്കിയ കുലുങ്ങത്തില്ല,
പലരും കുലുക്കി നോക്കിയതാ ഇളക്കാൻ വേണ്ടിട്ട്. ആമേ, പക്ഷെ ഇളകിയില്ല. ഇന്ന് ഉറച്ചു. ഇനി ആർക്കും കുലുക്കാനും പറ്റത്തില്ല. ആ നിലയിൽ ദൈവം ഉറപ്പിച്ചു കഴിഞ്ഞു. ഘടകതിരി ഘടക തിരിമന ഘടകതല ഘടക വാളുയർത്തിയവരുണ്ട്, വാളുയർത്തിയവരുണ്ട്, കൈ പൊക്കി നിന്നവരുണ്ട്. പലരും പരാജയപ്പെട്ടു പോയി. പക്ഷെ ദൈവം നിങ്ങളെ ഇന്നും ജയത്തോടെ നടത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവസഭയെ ഞാൻ ക്രിസ്തുവിൽ ബ്ലസ് ചെയ്യുന്നു. ധാരാളം അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും കാണുവോളം പരിശുദ്ധാത്മ ഞങ്ങളെ സഹായിക്കണമേ, മറയ്ക്കണമേ. എല്ലാ മഹത്വം അത് അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച കർത്താവിന്റെ അഭിഷേകത്തിനോടുള്ള പ്രത്യേക സ്നേഹവും നന്ദിയും ദൈവസഭയോട് അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ധാരാളം അനുഗ്രഹിക്കുക. ഗോഡ് ബ്ലസ് യു. താങ്ക് യു പാസ്റ്റർ, താങ്ക് യു. ഈ രാത്രിയിൽ നമ്മുടെ ശുശ്രൂഷയുടെ 388 ദിവസം നമ്മൾ ക്ഷണം ചെയ്ത് നമ്മൾ കടന്നു വരികയും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത നല്ല നിശ്ചയങ്ങൾ പരിശുദ്ധ നിയോഗത്തോടെ പ്രവചാത്മാവിൽ ഈ രാത്രി ശുശ്രൂഷ ചെയ്ത ദാസൻ പ്രിയ റോജി ബ്ലസ്സോട് നന്ദിയെ വ്യക്തിപരമായ പേരിലും സഭയുടെ അറിയിക്കുന്നു. ദാസദേവ് ധാരാളമായി അനുകരിക്കുമാറാകട്ടെ. അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ പരസ്പരം നമുക്ക് ഓർക്കാം. ഇഷ്ടം അനുകരിക്കുന്നു. പ്രിയ മക്കളെ, ഇന്ന് രാത്രികാലം കേൾക്കപ്പെട്ട തിരുവനന്തപുരത്തിൽ സമ്പൂർണ്ണമായി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച ദൈവത്തിന്റെ ആ വലിയ പ്രവൃത്തി, കർത്താവൻ നമ്മെ തിരഞ്ഞെടുത്തതാണെന്നും വിലയ്ക്ക് വാങ്ങിയതാണെന്നും വിലയ്ക്ക് വാങ്ങപ്പെട്ടവരുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവിക അധികാരം ഉണ്ടെന്നും അധികാരം ഉന്നതമായ അധികാരമാണെന്നും പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാനുള്ള അധികാരമാണെന്നും നാം ഭയപ്പെടാനുള്ളവരല്ല എന്നും മുഴങ്കാലുകൾ മടക്കി സ്വർഗത്തോട് നിലവിളിക്കുന്ന ജനത്തിനു വേണ്ടി സ്വർഗം ഇറങ്ങി വരുന്നു എന്നുള്ള ദൈവിക ദർശനങ്ങൾ ശബ്ദങ്ങൾക്കാണ് രാത്രി നമ്മൾ കേൾപ്പടയാത്തുന്നത്. പരിശുദ്ധാത്മ ഓരോ സംസാരം ഇടയാത്തുന്നല്ലോ. അതെ, അവൻ ആലോചന വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനും ദൈവമാണ്. നമ്മുടെ ദൈവത്തെ പോലെ തുല്യനായി പറയാൻ ആരുമില്ല. ആർക്കും എതിർപ്പാൻ കഴിയാത്ത ശക്തിയും പരാക്രമമുള്ളവൻ നമ്മുടെ ദൈവം മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകയാൽ നാം ആരാണെന്നും നമ്മിൽ പകർന്നിരിക്കുന്ന അഭിഷേകം എന്താണെന്നും ആ ശുശ്രൂഷ വലുപ്പം എന്താണെന്നും ആ അധികാരത്തിന്റെ മഹത്വം എന്താ തിരിച്ചറിഞ്ഞ് തല ഉയർത്തി നമുക്ക് നിൽക്കാം. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റു ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതെ, ദൈവമായിരിക്കും ജനം ഭാഗ്യമുള്ളതാ. ആകയാൽ ദൈവത്തിലേക്ക് ഏൽപ്പിക്കാം. കേൾക്കപ്പെട്ട ദൈവിക ദൂതുറുമ്പിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. പ്രാർത്ഥനയോടെ സമർപ്പണത്തോടെ നമുക്ക് രാത്രി പരസ്പരം പിരിയാം. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ണടയ്ക്കാം. തിരുവനന്തപുരം ശുശ്രൂഷായി പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹത്തിലൂടെ ഏറ്റുന്നല്ലോ. പരിശുദ്ധ ഓരോ സംസാരിവിടെ ഏറ്റുന്നല്ലോ. പ്രാർത്ഥിക്കാൻ വേണ്ടി കേൾപ്പിക്കാം. അടുത്ത ദിവസം മീറ്റിംഗ് അനുഗ്രഹത്തിലുമാറാകട്ടെ. നമ്മളിൽ പ്രാർത്ഥനയായിരിക്കുമ്പോൾ തന്നെ പ്രിയ ജോസങ്ങൾ ദയവായി ശബ്ദമുയർത്തി ഈ രാത്രികാലം കേൾക്കപ്പെട്ട ദൈവങ്ങളെ ശുശ്രൂഷ സമർപ്പിച്ചുകൊണ്ട് ഉറക്കെ പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ പിതാവേ, മനോഹരമായ സന്ധ്യാസമയത്തിനായി അങ്ങേ വാഴ്ത്തുന്നു. താവിന്റെ ദാസൻ പ്രിയ റോയൽ ബ്ലെസ്സിംഗിൽ കൊണ്ട് കേട്ട വചനങ്ങൾക്കായി അടിയങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഗ്ലോറിഫൈ ഗോഡ്. കൊലോസ്യ ലേഖനത്തിൽ നിന്ന് എഫെസ്യ ലേഖനത്തിൽ ഗ്ലോറിഫൈ ഗോഡ്. പൗലോസിന്റെ പ്രാർത്ഥനകൾ ഗ്ലോറിഫൈ ഗോഡ്. ഇതിനെപ്പറ്റി ചിന്തിപ്പാൻ സ്വർഗ്ഗം സഹായിച്ചുവല്ലോ. ഗ്ലോറിഫൈ ഗോഡ്. അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നത് പോലെ അല്ല. ഗ്ലോറിഫൈ താവിന്റെ ദാസന്റെ പ്രാർത്ഥന തികച്ചും വ്യത്യസ്തമായിരുന്നു. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. അതിൽ നിന്ന് പഠിക്കുവാൻ സ്വർഗ്ഗം സഹായിച്ചവയ്ക്കായി അങ്ങേ വാഴ്ത്തുന്നു. ഇരുട്ടിന്റെ താങ്ക് യു ലോർഡ് ലകളിൽ നിന്ന് മാറ്റി ഗ്ലോറിഫൈ താവിന്റെ രാജ്യത്തിൽ ആക്കി വെച്ചിരിക്കുന്ന താവിന്റെ വലിയ സ്നേഹത്തിനായി അടിയങ്ങൾ അങ്ങേ വാഴ്ത്തുന്ന സ്തുതിക്കുന്നു. ഗ്ലോറിഫൈ ഗോഡ്. ദൈവത്തിന്റെ പ്ലാനുകൾക്കായും ദൈവത്തിന്റെ കരങ്ങൾ
കാര്യങ്ങൾക്കുമായി അടിയങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ആ പദവിയിലേക്ക് അടിയങ്ങളെ ഉയർത്തുകയും ആ പദവിയിൽ അടിയങ്ങൾ നിലനിർത്തുമാറാകുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ സ്ഥിതി കർത്താവിലുള്ളത് മനസ്സിലാക്കി മുന്നേറുവാൻ തക്കവണ്ണം രാജകീയ പുരോഹിത വർഗമായി കർത്താവിന്റെ അനുഗ്രഹത്തിന് പാത്രങ്ങളായി നിർത്തിയിരിക്കുന്നത് മനസ്സിലാക്കി മുന്നേറുവാൻ സ്വർഗം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസനെ ശുശ്രൂഷ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പറയപ്പെട്ട എല്ലാ വചനങ്ങൾക്കുമായി അടിയങ്ങൾ ഓരോ വാക്കുകളും ഏറ്റെടുക്കുന്ന പരിശുദ്ധ പിതാവേ, ഗ്ലോറിഫൈ ഗോഡ്. ജോൺസ് പാസ്റ്ററെ കുടുംബത്തെ താൻ സമർപ്പിക്കുന്നു. സിറ്റി ഹാർവസ്റ്റ് ഫെലോഷിപ്പിനെ താൻ സമർപ്പിക്കുന്നു. ഇന്ന് രാത്രി പ്ലാറ്റ്ഫോമിൽ വന്ന എല്ലാ പ്രിയപ്പെട്ട കുടുംബങ്ങളെയും അടിയങ്ങൾ ദേശമായി കുടുംബമായി ഗോത്രമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ അത്ഭുത കരങ്ങൾക്കായി സ്തോത്രം. ഷിയാജോസിനെ പ്രാർത്ഥിക്കുന്നു. എന്റെ കൃപ മാനിച്ച് സഹായിച്ച് ശക്തീകരിച്ച് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ അത്ഭുതങ്ങളെ തുറക്കുന്നതിനാൽ അങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഇസ്ലാമിന്റെ സമാധാനത്തിന് വേണ്ടി അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മകളാൽ നിറയ്ക്കണം. പാൻഡമിക് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. രക്തത്താൽ ഞങ്ങൾ ക്ഷേമെടുക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ വലിയ നാമത്തിനായി അങ്ങ് വാഴ്ത്തുന്നു. താങ്ങുന്ന കരങ്ങൾക്കായി കാക്കുന്ന കരങ്ങൾക്കായി അടിയങ്ങൾ അങ്ങ് വാഴ്ത്തട്ടെ, സ്തുതിക്കട്ടെ. കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കുന്നതിനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെയും ആമേൻ, ആമേൻ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ചു വഴിയെടുത്ത പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കരുതലും കാവലും സഹവാസവും എപ്പോഴും നാം ഓർത്ത് പ്രാർത്ഥന വിഷയങ്ങളുടെ മേലും ഇപ്പോൾ പിരിഞ്ഞു പോകുന്ന പ്രിയപ്പെട്ട മേലും ഭൂമിയിലെ സകല വിശുദ്ധന്മാരുടെ മേലും ഇനിയും തമ്മിൽ കണ്ടുമുട്ടുവരെയും കർത്താവിന്റെ രണ്ടാമത്തെ വരവോളം ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ്